السلام عليكم ورحمة الله. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, ഈ നിലക്കൊക്കെ കേട്ടാലും AP ഗ്രൂപ്പ് എന്ന കാര്യമായി ഇനി പുറത്തേക്ക് പോരും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അപ്പൊ ഇത്ര വ്യക്തമായി ഒരു മന്ദബുദ്ധിക്ക് പോലും ബോധ്യപ്പെടാവുന്ന തരത്തിൽ വളരെ പച്ചയായി കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഈ ഒരു വിശദീകരണം ആവശ്യം പോലുമില്ലാത്ത വിധം എന്താണ് ഇതിനൊക്കെ പിന്നിലുള്ള താല്പര്യങ്ങളൊന്നും, ഏതൊക്കെ രൂപത്തിലാണ് ഈ പൊതുജനത്തെ ഇത്ര പച്ചയായി പുരോഹിതന്മാർ ചൂഷണം ചെയ്യുന്നു എന്നും വളരെ വ്യക്തമായി ഏതൊരാൾക്കും ബോധ്യമായി കഴിഞ്ഞു. മുടി മാത്രമല്ല, ആ മുടിയുടെ പേരിൽ സമുദായത്തെ ചൂഷണം ചെയ്തപ്പോൾ അതിന് ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വന്നെങ്കിലും മുടി പോലെ തന്നെ സമുദായത്തെ ചൂഷണം ചെയ്യാൻ എമ്പാടും കാര്യങ്ങൾ ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ വിശദീകരിച്ചത്. അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയും അതേപോലെ നേർച്ച വഴിപാടുകളും ജാറങ്ങളും മന്ത്രവാദ രീതികളും റാത്തീബുകളും ഹദ്ദാദുകളും കുത്തുബിയത്തുകളും മരണവുമായി ബന്ധപ്പെട്ട ധാരാളം ആചാരങ്ങളും അടക്കമുള്ള ധാരാളം സംഗതികൾ, അതൊക്കെയും ദീനാകണമെങ്കിൽ സനദ് അനിവാര്യമാണ് എന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. സനദ് മുടിക്ക് മാത്രം ആവശ്യമുള്ള ഒന്നല്ല. ദീനിന്റെ പേരിൽ എന്തെല്ലാം കൊണ്ടുവന്നാലും, ദീനാണെന്ന പേരിൽ എന്തൊക്കെ പരിചയപ്പെടുത്തിയാലും അതിനെല്ലാം സനദ് അനിവാര്യം തന്നെയാണ്. സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെ സംസാരം തന്നെയും ഇവിടെ താജുദ്ദീൻ സ്വലാഹി കേൾപ്പിച്ചു. അൽ ഇസ്നാദു മിനദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു മുബാറക്കിന്റെ വാചകം അദ്ദേഹം തന്നെയും പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടു. ദീനിന്റെ ഭാഗമാണ് ഇസ്നാദ്. സനദ് പറയൽ, സനദ് ചോദിക്കൽ, സനദ് അവലംബിക്കുക എന്നുള്ളത് മിനദ്ദീനി, ദീനിന്റെ ഭാഗമാണ്. കാരണം എന്ത്? സനദില്ല എങ്കിൽ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. അതാണ് ആ റിവായത്തിന്റെ ബാക്കി ഭാഗം. വലൗലൽ ഇസ്നാദു, ഇസ്നാദില്ലെങ്കിൽ, സനദ് പറയുക എന്ന് ഏർപ്പാടില്ലായിരുന്നുവെങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് പറയുമായിരുന്നു എന്ന് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അന്ന് പഠിപ്പിച്ചെങ്കിൽ അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അസ്ല്. പക്ഷെ അതൊക്കെ പറയുന്ന മുസ്ലിയാക്കന്മാർ ഇത്തരം ഘട്ടത്തിലെങ്കിലും സനദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നാടുനീളെ വ്യാപകമായി വരികയും സാധാരണക്കാരെ പോലും സനദും നസബയും അടക്കമുള്ള സാങ്കേതിക പദപ്രയോഗങ്ങൾ പോലും കാണാപാഠം പഠിക്കുകയും ചെയ്ത് അതൊക്കെ പഠിപ്പിച്ച മുസ്ലിയാക്കന്മാർ, അവർക്ക് ഈ സനദിന്റെ പ്രത്യേകതയും സനദിന്റെ ആവശ്യകതയും സനദ് വേണമെന്ന യാഥാർത്ഥ്യവുമെല്ലാം അവർക്കറിയാമെന്നാണല്ലോ ഇപ്പൊ നമുക്ക് മനസ്സിലായത്. സനദ് ദീനിൽപ്പെട്ടതാണ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അദ്ദേഹം ഇപ്പൊ പഠിച്ചതല്ലല്ലോ, അദ്ദേഹത്തിന് ആദ്യമേ അറിയാവുന്ന കാര്യങ്ങൾ. എന്നിട്ടും എന്റെ സനദില്ലാത്ത 100 കൂട്ടം സംഗതികൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുവെന്നാണ് ഞങ്ങൾ ഇതുവരെയും ചോദിച്ചത്. പക്ഷേ താജുദ്ദീൻ സ്വലാഹി അവസാനിപ്പിക്കുമ്പോ പറഞ്ഞു, ഇനിയെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളുക, ഇനിയെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളുക. എന്നാലും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ AP ഗ്രൂപ്പിൽ കമ്മ്യ. കാരണം റഹ്മത്തുള്ള ഖാസിമി പണ്ട് പറഞ്ഞിട്ടുണ്ട്, AP സുന്നിലുള്ള സൈസ് ഏതൊക്കെയാണ്, ഏത് ടീമാണ് AP യിലുള്ളത് എന്ന് ഖാസിമി പണ്ട് പറഞ്ഞതാണ്. ഇപ്പതാത്തത് ഓർമ്മയായത്. അത് നിങ്ങൾ കേൾക്കുക, അവിടുന്ന് ആരംഭിക്കാൻ നമുക്ക് ബാക്കി. ഈ കൂടാരത്തിൽ നിന്ന് ഇനിയെങ്കിലും രാജിവെച്ച് ഹക്കായ വഴിയിലേക്ക് വരാൻ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാണ്. ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് തനി സഫീർ, പച്ചപ്പൊട്ടൻ എന്ന് പറയാം. അതായത് അണ്ണാക്കുന്ന ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ ഒന്ന്.
രണ്ട് ത്വാലിബു ദുനിയ, കച്ചവടത്തിന് കൂടിയാണ്. ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടമാണ്. അപ്പൊ AP ഗ്രൂപ്പിന് ആകെയുള്ള 2 ടീമിനാണ് ഖാസിമിയുടെ കാഴ്ചപ്പാട്. ഒന്ന് അദ്ദേഹം പറഞ്ഞു തനി സഫീഹീന, പച്ചപ്പൊട്ടന്മാര്. ഒരിക്കലും ക്ലിപ്പല്ല, എന്തിനെ കണ്ടിട്ടും കാര്യമില്ല. ഈ ഒച്ചപ്പാടും ബഹളുണ്ടായപ്പോഴും ചില സാധുക്കളായ മനുഷ്യന്മാര് പറഞ്ഞെന്താ, ഞങ്ങളെ സംബന്ധിച്ച് സനതും വേണ്ട, ഒന്നും വേണ്ട, അല്ലാഹു റസൂലിനെ മുടിയാന്ന് AP ഉസ്താദ് പറഞ്ഞാൽ ഞങ്ങൾക്കത് മദീന. ജിഷാൻ മാഹി ഖത്തറിൽ നിന്ന് എല്ലാവർക്കും ഫോൺ ചെയ്ത് ക്ലിപ്പാക്കി അവസാനമെല്ലാം പുറത്തു വിട്ടിട്ട് വിവാദമെല്ലാം ഉണ്ടായപ്പോൾ ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞു കൊടുത്തത് ജിഷാൻ ആള് ശരിയല്ല എന്നത് ഏറ്റവും വലിയ തെളിവെന്താ, AP ഉസ്താദ് നമ്മളെ പറ്റിച്ചു എന്ന് പോകാൻ പറഞ്ഞില്ലേ, അതിന്റെ തെളിവാ ഓനാള് ശരിയല്ല എന്ന്. ഈ കോഴത്തെ തട്ടിപ്പും വെട്ടിപ്പും പറ്റിച്ചതും പച്ചയായി കേൾപ്പിച്ചു കൊടുത്തിട്ടാ ജിഷാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞല്ല. എന്നിട്ട് പറയാ AP ഉസ്താദ് പറ്റിച്ചു എന്ന് പറഞ്ഞ ഒരാള് ഓൻ എങ്ങനെ വിശ്വസിക്കാൻ? അപ്പൊ അവിടെ നിൽക്കുന്ന ടീമുണ്ട്, അതാണ് ഒന്നാമത്തെ ആ ടീം സഫീഹ്. ഓയ്ക്കിന് വേറെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോ ലാസ്റ്റ് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞു സങ്കല്പിക്കുക, മക്കളെ ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ഓയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ തൃശ്ശൂർ മെഡിക്കൽ കോളേജും മലബാർ സിമന്റും അബ്ദുന്നൂർ പ്രസ്ഥാനവും എല്ലാം അവസാനം ഒതുക്കി തീർത്തത്. ലാസ്റ്റ് ഒറ്റ വാക്ക് മതി, മക്കളെ ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പോഴും തക്ബീറും ചൊല്ലിയിട്ട് അത് പിടുത്തപ്പെട്ടു കൊടുക്കും. രണ്ടാമത് തോലിബുദ്ദുഞ്ഞാന, കച്ചവടത്തിന് കൂടി ഒരു നല്ല ബിസിനസ് കമ്പനി ഉണ്ടാല് സ്വാഭാവികമായിട്ട് ഒരു ഷെയർ ഇട്ട് പാർട്ണർഷിപ്പ് കിട്ടുമെന്ന് കച്ചവടക്കണ്ണുള്ളവനൊക്കെ ആലോചിക്കും. അപ്പൊ ഇയാളിങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ കച്ചവടം ചെയ്ത് തിരക്കേടില്ലാത്തൊരു പോക്ക് പോകുന്നത് കണ്ടപ്പോ തീർച്ചയായും അതിന് കൂടാൻ പറ്റാവുന്ന ബിസിനസ്സുകാരൊക്കെ ഒപ്പം കൂടി കൊടുത്തു. കാരണം ഇതാകുമ്പോൾ സക്കാത്ത് വേണ്ട, ഇൻകം ടാക്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു സലാത്ത് ഹൽക്ക ദിക്ർ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന കച്ചവടങ്ങളിൽ എത്രയെ കിട്ടിയത് എവിടെയും കണക്ക് അവതരിപ്പിക്കണ്ട, എവിടെയും ടാക്സ് കൊടുക്കണ്ട, സക്കാത്തും കൊടുക്കണ്ട. കിട്ടിയതെല്ലാം സ്വന്തം പോക്കറ്റിലേക്ക് വരവും വെച്ച് സുഭിക്ഷമായി ജീവിക്കാമെന്ന് കണ്ടെത്തിയിടത്താണ് ഈ കച്ചവടങ്ങൾ ആരംഭിക്കുന്നത്. അതിന്റെ അവസാനത്തെ ഇപ്പൊ വന്നതിൽ അവസാനത്തെ ഒരു പതിപ്പാട് മുടിയിന് മാത്രം. കച്ചവടങ്ങൾ കുറെ കാലം തുടങ്ങി. നമുക്കറിയാം പഴയ കാലത്ത് മനുഷ്യന്മാരൊക്കെ കയ്യിൽ ഇത്രയൊന്നും കാശില്ലാത്ത കാലത്ത് അന്ന് വേറെ കോലത്തിലെ കച്ചവടം, അന്ന് ലേലം പുളിയും ഒക്കെ ആയിരുന്നു. അന്ന് അത്രേ കഴിയുള്ളൂ. അന്ന് ആളുകളുടെ കയ്യിൽ പണം കുറവാ. അതുകൊണ്ട് വല്ല കോഴിമുട്ട, അതേപോലെ മൈസൂരിപ്പഴം, രസമുരാദിഷ്ടം ഇതൊക്കെ കൊടുത്തിട്ട് അതിങ്ങനെ 10 രൂപേനെ മുതൽ ഒരു 15നോ 20നോ 30നോ 50നോ ഒക്കെ ഇങ്ങനെ വിളിച്ച് 10 സലാത്തൊക്കെ ചൊല്ലി അതിങ്ങനെ 2 ബർക്കത്തൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പറ്റിച്ചിട്ടാ അന്ന് പൈസ ഉണ്ടാക്കല്. അതിനും വലിയ വലിയ അഗ്രഗണ്യന്മാര് വന്നു. ഒരു ചങ്ങായി 35 രൂപ ദശമരാഷ്ടം 85,000 രൂപയേക്കാൾ ലേലം പിടിച്ച് വിറ്റത്. അത് കുറച്ച് കാലമായിട്ട് ഇപ്പൊ ബാംഗ്ലൂരാ, കേരളത്തിലേക്ക് വരവില്ല. അങ്ങനെ 85,000 രൂപക്ക് ദശമരാഷ്ടം ലേലം പിടിച്ചെടുത്ത സ്ത്രീയോട് പിന്നെ അന്വേഷിച്ചു, എന്തിനാ ഇത്ര വലിയ വില കൊടുത്തെങ്കിലും വാങ്ങിയത്? ഇപ്പൊ പറഞ്ഞ് എനിക്കൊരുപാട് കടണ്ട്, കടം വീടാൻ വേണ്ടിയാണ്. പിന്നെ ആ പൈസ കടത്തി വെച്ചാ പോലെ. അപ്പൊ കടം വീടാൻ വേണ്ടി 35 രൂപേന്റെ ദശമരാഷ്ടം 85,000 വാങ്ങുന്നു. ഈ പറയപ്പെട്ട മുസ്ലിയാക്കന്മാരെ വാഴ്ന്നു കേട്ടിട്ട് അവിടെ തുടങ്ങിയതാ കച്ചവടം. പിന്നെ ലേലംപുളി വെല്ലം 2 സൈഡായപ്പോഴാണ് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി തുടങ്ങിയത്. പിന്നെ ഇടക്കാൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കഥാപ്രസംഗം. ഇപ്പൊ അതില്ല. റമദാൻ മാസം കൊണ്ട് വന്നാല് നമ്മളെ ഈ പൂക്കിപ്പറമ്പ് ഈ കുണ്ടോളത്തിനൊക്കെ എന്തായിരുന്നു അറിയോ, ബദർ അവിടാണ് ശരിക്കും അവതരിപ്പിച്ച് കാണിക്കുന്നത്. ഒരു ചങ്ങായി വയനാട്ടിൽ നിന്ന് എല്ലാ കൊല്ലും മുതൽ അവിടെ സൗത്ത് വയനാട് പറച്ചലാണ് ബദറിങ്ങനെ അവിടെ നടക്കും. ഞങ്ങളൊക്കെ അന്ന് സ്ഥിരം കേൾക്കാൻ പോയിരുന്ന ആൾക്കാർ മുമ്പ് പോയി നിന്നിട്ട് തക്ബീറും ചൊല്ലിയിട്ട് വിജയിപ്പിച്ചതിനെ കൂടെ ഞാനൊക്കെ അന്നുണ്ടായിരുന്നു. അങ്ങനെ നോട്ടീസാ, യുദ്ധം കോഴിച്ചനയിൽ നോട്ടീസ്. മനുഷ്യന്മാർ മണ്ടിച്ച് എന്താ പ്രശ്നം ചുട്ടി ഈ കോളത്തിന് കുറെ തട്ടിപ്പെടുത്തി. അത് പിന്നെ വല്ലാണ്ട് ഔട്ടായപ്പോഴാണ് നമ്മുടെ മലപ്പുറത്തെ ബുഖാരി അവിടെ ചെറിയൊരു പെട്ടിപ്പിടി തുടങ്ങി നോക്കിയത്. ഒരു നിൽക്കുന്ന ചെറിയൊരു പെട്ടിക്കട അങ്ങനെ തുടങ്ങി. അന്ന് മൂപ്പ് തങ്ങളല്ല, അന്ന് ബുഖാരിയല്ല, അന്ന് ആള് മുസ്ലിമാ. അന്ന് മൂപ്പ ഇബ്രാഹിം മുസ്ലിയാരാ. അന്ന് ഇബ്രാഹിം മുസ്ലിയാര് ഇത്രയും പഠിച്ചു. അവിടുത്തെ മുദരിസ, കോണോമ്പാർത്ത മുദരിസ. പിന്നെ കോണോമ്പാർ തങ്ങളായി. പിന്നെ അവിടുന്ന് പുറത്താക്കി. അപ്പോഴാണ് മൂപ്പർക്ക് വലിപ്പം കൂടി. പുറത്താക്കി അങ്ങനെയാണല്ലോ.
പുറത്താക്കുമ്പോഴേ പുറത്താക്കിയവനെ വലിപ്പറിയുള്ളൂ. അത് എല്ലാവർക്കും പാടാം. ഏതായിരുന്നാലും ഇയാളെ പുറത്താക്കിയപ്പോ ഇയാളെ പേരും വലുതായി, കുടുംബം വലുതായി, ഇയാൾ തങ്ങളുമായി, അവസാനം ഇയാൾ മുസ്ലിം വിട്ട് ബുഖാരിനായി. അങ്ങനെ പെട്ടിപ്പീട വികസിച്ച് വലുതായി 1-ാം നമ്പർ സ്വലാത്ത് നഗറായി അവിടെ മാറി. അപ്പൊ ആ വഴിയിലേക്ക് പിന്നെ വേറെ മൂലമലൊക്കെ ഇറങ്ങി. ഇത് തരക്കിടില്ലല്ലോ. ആ കച്ചവടം വിജയിച്ചു കണ്ടപ്പോ എല്ലാ സ്ഥലത്തും നിൽക്കും ദുആയും സ്വലാത്തൊക്കെ പഴയിട്ട് അങ്ങനെ ഇറങ്ങി. അത് നാട് നീള അത്യാവശ്യം തരക്കേടില്ലാത്ത വരുമാനം ഏകദേശം മൂലമലൊക്കെ ഉണ്ടാക്കി. അപ്പോഴാണ് നമ്മള് മറ്റേ കാസിം അവിടെ 2 കുപ്പി വെള്ളം കൊടുന്നത് ഇയാൾ കാണുന്നത്. അതൊരു പുതിയ ഒരു ഫീൽഡാണ് എന്ന് മുമ്പേ അറിയാമെങ്കിലും അത് ഇത്ര പച്ചയായി വളരെ പെട്ടെന്ന് ക്ലച്ച് പിടിക്കും എന്നത് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് കാസിമി വെള്ളം കൊടുന്നപ്പോ മറ്റാള് മുടി തന്നെ കൊണ്ടുവന്നത്. അതങ്ങനെ ഓരോ കച്ചവടം പൊളിയുമ്പോഴേക്ക് അടുത്ത കച്ചവടം അപ്പുറത്ത് തുടങ്ങും. അതങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പൊ 2 ടീമിന് 1 കച്ചവട സംഘം. ആ കച്ചവട ടീം എന്ത് കളിപ്പുണ്ടാലും എന്ത് കാണിച്ചു കൊടുത്താലും ഒരിക്കൽ മാറ്റം വരില്ല. കാരണം എന്താ, തങ്ങളെ കച്ചവടം പൊളിന്ന് ഉറപ്പാകുമ്പോ ഞാൻ അടുത്ത് വേറെന്താ പറ്റുക എന്നേ ആലോചിക്കുള്ളൂ. അങ്ങനെ ജാറൊക്കെ ഉണ്ടായത്. ജാറുണ്ടായതെല്ലാം അങ്ങനെ തന്നെ. മമ്പുറം ജാറത്തിന് മുമ്പിൽ ഒരു ബോർഡ് വെക്കട്ടെ, സിയാറത്തിന് എല്ലാവരും വരിക, ഒരു ഉറുപ്പ്യം കൊടുക്കേണ്ടതില്ല. ഒറ്റ ആഴ്ച കൊണ്ട് നിർത്തിപ്പോകരുത്. ഒറ്റ ആഴ്ച മതി. സിയാർത്ത് മനുഷ്യന്മാർ ചെയ്തോട്ടെ, സുന്നത്താണല്ലോ. സിയാർത്ത് ചെയ്യട്ടെ, പക്ഷെ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്കും വന്ന് സിയാർത്ത് ചെയ്ത് പോകാം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഖാദിമീങ്ങൾ ഉണ്ടാവില്ല, അതിന് മൂലന്മാരുണ്ടാവില്ല, ആക്കിയച്ചാൻ ആളുണ്ടാവില്ല. ഇപ്പൊ എന്റെ അതൊക്കെ ഉണ്ടായത് കണക്കല്ലാത്ത വരുമാനം അവിടെ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ജാറം നിരക്കുന്നത് എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം വരുമാനമായി കച്ചവടമായി അധപതിച്ചു. അതിന്റെ ഇപ്പൊ ഏറ്റവും പുറത്തു വന്ന ഒരു പുതിയ പതിപ്പ് മാത്രം മുടിയെന്നേ ഉള്ളൂ. അല്ലെങ്കിലോ ഇയാൾക്ക് ഇഷ്ടം പോലെ കച്ചവടമുണ്ട്. കച്ചവടക്കാർ തമ്മിലുള്ള ഫൈറ്റിന്റെ ഭാഗമായിട്ടാണെങ്കിലും അമ്പലക്കടവ് ഫൈസി ആ സത്യം തുറന്നു പറഞ്ഞു. അതും കൂടി കേട്ടോളൂ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയാ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തന്റെ മുടി കാരന്തൂരിൽ വർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ. അദ്ദേഹം എല്ലാം കച്ചവടമാക്കി. സലാത്ത് കച്ചവടം, ദിക്ർ കച്ചവടം, അതേപോലെ യതീമക്കളെ വിറ്റ് കാശാക്കി. അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹം വരെ വിറ്റ് കാശാക്കി. ഇത് മുജാഹിദീങ്ങളെ പറ്റല്ല എന്ന് ഉറപ്പാണ്. മുജാഹിദീങ്ങൾ ഒരു ദിക്റും വിറ്റ് കാശാക്കിയിട്ടില്ല, ഒരു ദുആയും വിറ്റ് കാശാക്കിയിട്ടില്ല, ഒരു സലാത്തും വരുമാന മാർഗമാക്കി മാറ്റിയിട്ടില്ല. ഇപ്പൊ കണ്ടങ്ങൾ പെട്ടിപ്പോയല്ലോ. നമ്മളാരും 10 സലാത്തിലിട്ട് ഇതായി കിട്ടാല് ഇന്ന വർക്കത്ത് കിട്ടും എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടല്ല കൊടുത്തത്. മറിച്ചോ പ്രോഗ്രാം നടക്കാൻ ചെലവുണ്ട്, എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞാൽ മതി, എല്ലാവരും കൊടുത്തോളൂ. ഞാൻ അപ്പുറത്തതല്ല, ഇങ്ങനെ പറഞ്ഞെങ്കിലേ മനുഷ്യൻ കൊടുക്കുള്ളൂ. പള്ളി കമ്മിറ്റി പോയി ചോദിച്ചു നോക്കി, എത്രയാ വരിസംഖ്യ? ഇപ്പോഴിങ്ങനെ 5 റുപ്യ, 10 റുപ്യ, 15 റുപ്യ, ഒരു ആചര 50 കൊടുത്താൽ അത് വലിയ പേരാ. അവിടെ അതന്നെ കിട്ടാക്കുട്ടിയായി കിടക്കുന്നുണ്ടാകും. ഞാൻ മുജാഹിദ് പള്ളിക്കലോ സുന്നിപ്പള്ളിക്കല് പിരിവേരം വന്നാല് വരെ അന്ന് അങ്ങോട്ട് പറഞ്ഞേക്കും, അവിടെ പോയിക്കോളൂ, അവിടുന്ന് പൈസ ഇട്ടുള്ളൂ. ഇവിടെ ആള് കൂടുതൽ, അവിടെ ആള് കമ്മിയ, പക്ഷെ പൈസ ഇവിടെ കിട്ടുക. എന്തേ കാരണം? 2 കൂട്ടരും അധ്വാനിച്ചാൽ ഒരുപോലെയല്ലേ പണം ലഭിക്കുന്നത്. പിന്നെയും എന്റെ അവിടുന്ന് കിട്ടി? ദീന് മനസ്സിലാക്കി പരലോകം വിചാരിച്ച് കൊടുക്കാൻ മുജാഹിദീങ്ങൾ പഠിച്ചു, ആളുകളെ പഠിപ്പിച്ചു. മറ്റേതല്ല, മറ്റു വരുന്ന ഉസ്താദിന് കൈ മുത്താൻ കൊടുത്തിട്ട് പൈസ വാങ്ങാം, കൈയൊന്ന് മുത്താൻ പൈസ, ഉസ്താദിനെ തൊട്ടാ പൈസ, ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് പണം വാങ്ങിയത്. അങ്ങനെ ദിക്റും ദുആയും സലാത്തും എല്ലാം കച്ചവടമായി മാറി. എന്ന് മാത്രമല്ല, ഖബറ് വരെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. ഖബറ് വരെ വില പറഞ്ഞ് കച്ചവടം ചെയ്യുന്നിടത്തേക്ക് എത്തി. ഇല്ലേ പറഞ്ഞോട്ടെ, റഹ്മത്തുള്ളാഹി ഖാസിമി തന്നെ പറയട്ടെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. അത് ചിന്തിക്കണം. ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക, ഈ കൗമ ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ്
ഇവരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. ഇത് ആരെ പറ്റിയ? ഈ നാട്ടിലെ മുജാഹിദീങ്ങളെ പറ്റിയാണോ? ഒരുപാട് മഖബറുകൾ ഈ നാട്ടിലുണ്ടല്ലോ, ഒരുപാട് ജാറങ്ങളുണ്ടല്ലോ. ഇവിടെ കോയപ്പാപ്പ എന്ന ജാറം മുതൽ മടപ്പള്ളി ജാറം മുതൽ മമ്പുറം ജാറം വരെയുള്ള ചെറുതും വലുതും പേര് കേട്ടതുമല്ലാത്തതുമായ ധാരാളം ജാറങ്ങൾ. ഈ ജാറങ്ങളെല്ലാം വിറ്റുകാശാക്കി കച്ചവടം ചെയ്യുന്ന ആരാ? മുജാഹിദീങ്ങളാണോ? അതോ ഈ ജാറം ഇസ്ലാമികമല്ലെന്നും അത് ശരിയല്ലെന്നും പഠിപ്പിക്കുന്ന ആണോ മുജാഹിദുകൾ? അപ്പൊ ഖാസിം ആരെ പറ്റിയാ പറഞ്ഞത്? മഖബറ കച്ചവടം ചെയ്യുന്ന കൗമ്, ആ നൗമ് നന്നാവൂലാണ്. അതാ സ്വാലിഹ് സഖാഫി പറഞ്ഞത്, പൊതുജനം കഴുതയാണെന്ന് നമ്മളെ ഉസ്താദിന് ഉറപ്പുണ്ട്. അതുള്ള കാലത്തോളം എന്ത് കച്ചവടം നടക്കും? എന്ത് കച്ചവടം നടക്കും? അങ്ങനെയാണ് ഖബർ കച്ചവടം, മഖബറ കച്ചവടം തുടങ്ങിയത്. ദിക്ർ കച്ചവടം, ദുആ കച്ചവടം, സ്വലാത്ത് കച്ചവടം എല്ലാം നടന്നു. മാത്രമല്ല ദുആക്കാൻ വലിയ പൈസയാ. നമ്മളൊക്കെ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. അതിനാർക്കും പണത്തിന് മുടക്കില്ല. പരസ്പരം കാണുമ്പോൾ ഉപദേശിക്കും, ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുജാഹിദുകൾ എല്ലാവരും, പണ്ഡിതന്മാരും അല്ലാത്തവരും എല്ലാവരും പരസ്പരം ഉപദേശിക്കുന്നു. ആ വസിയത്തിന് ആരും പണം മുടക്കേണ്ട കാര്യമില്ല. എന്നാ അപ്പുറത്തോ സ്പെഷ്യൽ ദുആ, സ്പെഷ്യൽ കൈമുടക്കും വേണം, അല്ലേ? അതല്ലേ ഉള്ളത്. ദോൽക്കാൻ വലിയ പൈസ. ഒരു ചെറിയ രംഗം കണ്ടോളി. ഹൃദയത്തിൽ നിറഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനായി, തഖ്വയുള്ള ഒരു മനുഷ്യനായി, ഒരു സ്വാലിഹായ മനുഷ്യനായി ഇവിടുന്ന് മരിച്ചു കിട്ടണ്ടേ? വേണല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് ശൈഖുന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ, ആ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ മഹത്തായ സദസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിബറില്ലാത്ത, ഹസദില്ലാത്ത, റിയാഇല്ലാത്ത, വലബില്ലാത്ത, ഉജുബില്ലാത്ത, ഹിഖ്ദില്ലാത്ത, ഒരു ദുർഗുണവുമില്ലാതെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് കിട്ടിയ മഹാനായ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഇതുപോലത്തെ ഒരു കൽബ് എനിക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സയ്യിദന്മാർ, ഈ ഉഖ്റവിയായ ആലിമീങ്ങൾ, മഹാന്മാരായ സാലിഹീങ്ങളുടെ സദസ്സിലേക്ക്, ഈ മഹത്തായ പരിപാടിയിലേക്ക്, ഇവിടെ ഒരുപാട് ഹൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത്. ഇവിടെ നിന്ന് ദ്വാരിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു കൽബിന്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റിയവരുടെ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. അപ്പൊ 5000 പറയാൻ പറ്റോളി പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാം. അപ്പൊ പറയാൻ പറ്റാത്തവനോ ഓന് ദുആ ഇല്ല. ഒരു 5000 പറയാൻ പറ്റും പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാൻ. ഇതാണ് കൂട്ടരെ സാക്ഷാൽ കച്ചവടം. ചൂഷണം എവിടെയാ? ഒതുക്കിങ്ങനെ ഒരു മുതലിട്ട് ചോദിച്ചത്, എവിടെ ചൂഷണം? അതും ചോദിച്ചു പോയതാ. അപ്പൊ 5000 പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളി, ദ്വാരം കൊടുക്കാൻ. അവ കേട്ടപ്പോ ഒരു സാധു ഞാപ്പു വാമ്പുന്ന അവസ്ഥ ഞാൻ തരാം. ബാക്കി കേട്ടോളി. PV മുഹമ്മദ് ഹാജി കുറ്റിക്കാട്ടു. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ലഭിച്ച ഒരു മഹാവ്യക്തി. പടച്ചവനെ, ഈ സയ്യിദന്മാർ, ഉഖ്റവിയ ആലിമീങ്ങൾ, നേരത്തെ സഖാഫി പറഞ്ഞില്ലേ, ഒരുപാട് മഹാന്മാരെ പൊരുത്തം ലഭിച്ച ആള്. ഞാൻ കണ്ടതാ വടകര ഓരത്തിൽ ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോ ഹക്കീം എന്നോര് എന്ന് പറഞ്ഞ ഭാര്യയിട്ട് ഇങ്ങനെ കൊടുക്കുക, പിന്നെയും ഭാര്യയിട്ട് കൊടുക്കുക. ഹക്കീം എന്നോര് എന്നാ പറയുന്നത്. ഹക്കീം എന്നോര് വേറെ ആർക്കും അവിടെ ഭാര്യയിട്ട് കൊടുത്തില്ല. അങ്ങനെ ആട് ഉള്ളും പുറവും ഭാര്യ കോരി കൊടുത്തിക്കുന്നു. അള്ളാഹു ആ ദർജനി ഏറ്റി കൊടുക്കട്ടെ. സഹോദരന്മാരെ, അവരൊക്കെ ഫവർ നമുക്ക് കുറെ കഴിഞ്ഞിട്ടേ തിരിയും. അങ്ങനത്തെ പല മഹാന്മാരുള്ള സദസ്സിലേക്ക്, റഹ്മാനായ റബ്ബേ, ഈ പോരിശയാക്കപ്പെട്ട സദസ്സിലേക്ക് 5000 പറഞ്ഞ ആ റസൂലുള്ളാഹിന്റെ പേര് ലഭിച്ച മാന്യവ്യക്തിക്ക് നീ ഒരു ശുദ്ധമായ കൽബ് നൽകണേ അല്ലാ, ശുദ്ധമായ കൽബ് നൽകണേ അല്ലാ. ഈ പറയപ്പെട്ട ഒരു ദുർഗുണവുമില്ലാത്ത കൽബിന്റെ ഉടമയായി, നിറഞ്ഞ ഈമാൻ, തഖ്വയുടെ പ്രകാശമുള്ള ഹൃദയത്തിന്റെ ഉടമയായി അദ്ദേഹത്തെ നീ. അപ്പൊ കണ്ടോ, ഇതാണ് ദുആ കച്ചവടം. 5000 പറയാൻ പറ്റോ പറഞ്ഞോളി, ദ്വാരം കൊടുക്കാൻ. അപ്പൊ സാധു വിശ്വസിച്ച് കൊടുത്തു 5000. ഉഖ്റവിയായ ആലിമി, സംഗതിയോ ദുന്യവിയാണല്ലോ. ആലിമികളൊക്കെ ഉഖ്റവിയ, പക്ഷെ പണിയൊക്കെ ദുന്യവിയും. ഇങ്ങനെ മനുഷ്യന്മാർ സാധുക്കളെ പറ്റിച്ചിട്ട് പണം വാങ്ങി ഞങ്ങൾ എതിർത്തപ്പോ പറഞ്ഞു, കണ്ടോ ഒരിക്കൽ ദുആ ഇല്ല, ഒരിക്കൽ ദിക്റില്ല, ഒരിക്കൽ സ്വലാത്തില്ല, ഒരിക്കൽ റസൂലുള്ളാഹിന്റെ സ്നേഹമില്ല. ഇത് ഗാന്ധിജിന്റെ ഫോട്ടോ ഉള്ള നോട്ടിനെയാ സ്നേഹം എന്ന് ആർക്കാ തിരിയാത്തത്? എന്തെല്ലാം വിട്ടു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചോദ്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. കച്ചവടം ചെയ്ത് 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 ചെയ്ത്
യതീം മക്കളെ ഫോട്ടോ വരെ കച്ചവടത്തിൽ ഉപയോഗിച്ചൂതാ. ആരാ പറഞ്ഞത്? കാഴന്തൂർ മർക്കസ് എന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഹസൻ സഖാഫി പൂക്കോട്ടൂര് പറഞ്ഞോട്ടെ, ആ നിലക്ക് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ടാവും. യതീമക്കളെ പേര് പറഞ്ഞിട്ട് ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ അവർ പുസ്തകം ഇറക്കി. കുറെ മക്കളെ ഫോട്ടോ, നിരന്നു നിൽക്കുന്ന ഫോട്ടോ. അപ്പൊ മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുമ്പോ PM അബൂബക്കർ സാഹിബ് നേരത്തെ സ്കൂൾ അനുവദിച്ചു കൊടുത്തു, എയ്ഡായിട്ട്. മർക്കസിന്റെ സ്കൂൾ എന്ന പേര്, പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന കേരള സർക്കാരാണ്. അങ്ങനത്തെ 7 സ്കൂൾ അവിടെ ഉണ്ട്. അതിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആണുണ്ട്, പെണ്ണുണ്ട്, മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്, മുജാഹിദുണ്ട്, സുന്നിണ്ട്, എല്ലാവർക്കും പഠിക്കാൻ വരാം. 7 സ്കൂളല്ലേ. ബഹുമാനപ്പെട്ട AT മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ ഒരു ഗേൾസ് ഹൈസ്കൂളും ഇവർക്ക് അസ്ര കൊടുത്താലും നന്ദി ഉണ്ടാവില്ലല്ലോ. ആയിക്കോട്ടെ, നന്ദി വേണ്ട, മുഅ്മിനീങ്ങളുടെ ഭാഗത്തിന് നന്ദി ഉണ്ടാവുള്ളൂ, അല്ലാതെ നന്ദി ഉണ്ടാവൂല. പക്ഷെ കൊടുത്തു. ഇതൊക്കെ കൊടുത്ത് അവിടെ കുറെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. അപ്പൊ കുറെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെ മുഴുവനും അസംബ്ലി വിളിച്ചിട്ട് ഫോട്ടോ പിടിക്കാം. ആ ഫോട്ടോ പിടിച്ചിട്ട് ഒക്കെ എത്തിക്കുട്ടാണ്ടാവും. എങ്ങനെ ഇതൊക്കെ എത്തിക്കുട്ടാനും ഇങ്ങനെ എത്തിക്കുട്ടികളെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ചില ആളുകളെ കയ്യിൽ ഈ ബുക്ക് കിട്ടിയപ്പോ ആളുകൾ ഞാൻ അത്ഭുതപ്പെടുക, സുബ്ഹാനല്ലാഹ്, എന്റെ മോനാണത്, കുട്ടിയുടെ വാപ്പ ഞാനിപ്പോൾ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പറയാം, പേര് വായിച്ചരാം. കാരന്തൂര് കോണോട്ട് കുഞ്ഞുങ്ങൾ പക്കറിന്റെ മകൻ 8ാം തരം വിദ്യാർത്ഥി മഹബൂബ്, മേലജത്തുൽ അലി ഹസന്റെ മകൻ 9ാം ക്ലാസ് വിദ്യാർത്ഥി സ്വാദിഖ് ഹസൻ, ഇടവഴിപ്പുറത്ത് അബൂബക്കറിന്റെ മകൻ 7ാം തരം വിദ്യാർത്ഥി സുഹൈല്, കോട്ടപ്പറമ്പ് കരിക്കും കണ്ടി വാപ്പുട്ടി ഗൾഫില, ആ ഗൾഫിലുള്ള വാപ്പുട്ടിന്റെ മകൻ 7ാം തരം വിദ്യാർത്ഥി റാഷിദ്, കുറ്റിക്കടവ് പുതുപ്പറമ്പത്ത് മുഹമ്മദിന്റെ മകൻ 7ാം തരം വിദ്യാർത്ഥി സുക്കൂർ. ഇവരൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇവർക്ക് എത്തിക്കിട്ടുള്ള വാപ്പൊക്കെ ഒന്ന് ഹയാത്തുണ്ട്. വാപ്പ ചിന്തിക്ക, രാവിലെ എന്റെ പേരുന്ന കുട്ടി പുസ്തകവും ഭക്ഷണമൊക്കെ കയ്യിൽ പിടിച്ച് കുട്ടികൾ നേരെ ഇറങ്ങി പോകുന്നു. ഇവർക്ക് വസ്ത്രം, പുസ്തകം, ഭക്ഷണം, താമസം ഒക്കെ നമ്മളെ കൊടുക്കുന്നത്. അവർ പഠിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ശമ്പളമാണെങ്കിലോ ഇന്ത്യ ഗവൺമെന്റ് കേരള സർക്കാർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് എന്താ അവകാശമുള്ളത്? ഇയാൾക്കൊരു അവകാശമില്ല. എന്നിട്ടും നമ്മളെ മക്കളെ പേരിൽ എത്തി മക്കളെന്ന് പറയുകയോ. ഈ വർഷം അവർ പുറത്തിറക്കിയ മർക്കസിന്റെ സമ്മേളനത്തിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ പരസ്യമായി അവർ അച്ചടിച്ചതാ. എത്തി മക്കളെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ നോക്കിയതാ, ഞാൻ ഫോട്ടോ കാട്ടിയില്ലെന്ന് പറയണ. ഈ ഫോട്ടോ, ഈ നിരന്ന് നിൽക്കുന്ന ഈ ഫോട്ടോ കാട്ടിയിട്ട് ആ ഫോട്ടോ മുഴുവനും എത്തി മക്കളാണ് എന്ന് എന്താ പറഞ്ഞത്? മർക്കസിന്റെ തണലിൽ ധന്യരായി തുർക്കിയായ യതീംഖാനയിലെ ബാലന്മാർ ഒക്കെ എത്തിങ്ങാന കുട്ടികളാ. ഏകദേശം ഒക്കെ ബാപ്പുള്ളൂല. അതാണ് ബാപ്പല്ലാത്ത കുട്ടികൾക്ക് ബാപ്പുണ്ടാക്കുന്ന അത്ഭുത വിദ്യ. അതുകൊണ്ടല്ലേ അവരിലേക്ക് ബാപ്പല്ലാത്ത ബാപ്പാന്ന് പലരും ഇയാളെ പറ്റി വെറുതല്ല പറഞ്ഞത്. കണ്ടോ, ഇതൊക്കെ കച്ചവടത്തിൽ ചില സാമ്പിള് മാത്രം. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നേരം വെളുക്കോളം പറഞ്ഞാലും തീരാത്തത്ര കച്ചവടത്തിന്റെ ചീഞ്ഞു നാറുന്ന കഥകൾ. എന്നിട്ടാണ് ഊതി വീർപ്പിച്ച് പുറത്തേക്ക് കാണിച്ച് ഷെയ്ഖുനാന്നും പറഞ്ഞ ഉസ്താദെന്നും പറഞ്ഞിട്ട് ഖമറും സുൽത്താനൊക്കെ പേരിട്ടുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിക്കാനുള്ളത്. ആർക്കും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക. ഇവിടെ കസേരയുണ്ട്, സംഘാടനം ഒരുക്കിയിട്ടുണ്ട്. ചോദിക്കാനുള്ളവർക്ക് അവിടെ വന്നിരിക്കുക. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നിരുന്നാൽ അപ്പം നമ്മൾ പ്രസംഗം നിർത്തും. ഏതായിരുന്നാലും നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് കുറച്ചാൽ ചോദിച്ചാൽ പോകാം. അപ്പൊ ചോദ്യകർത്താക്കൾ വന്നാൽ അപ്പം ഇൻഷാ അല്ലാഹ് പ്രസംഗം നിർത്തും. എനിക്ക് ചോദിക്കാം. എവിടെ ഒരുക്കിയിട്ടുണ്ട്? അവിടെ ശരി, അവിടെ കസേരയുണ്ട്. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, ഇങ്ങനെ കച്ചവടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. ഒന്ന് രണ്ട് ക്ലിപ്പും കൂടി കാണിച്ച് ഞാനിത് അവസാനിപ്പിക്കാം. ചോദ്യകർത്താക്കൾ അവിടെ ഉണ്ട് നല്ലത്. ശരി, ഇവിടെ ഇങ്ങനെ അന്ന് ലേലംപുഴയിൽ ആരംഭിച്ച കച്ചവടം, മയ്യത്തുമായി ബന്ധപ്പെടുത്തിയ കച്ചവടം, ദിക്റും സലാത്തും വിറ്റത്, യതീം മക്കളെ പേര് വരെ ദുരുപയോഗം ചെയ്തത്, നബി സ്നേഹം കച്ചവടം ചെയ്തത്, നബിയുടെ ശേഷിപ്പ് കച്ചവടം ചെയ്തത്, എല്ലാം കഴിഞ്ഞ് അടുത്ത നമ്പർ ഇറക്കി നോക്കി. അതെന്താ? റസൂലുള്ളാഹിന്റെ മുടി മാത്രമല്ല, മദീനത്തെ പൊടിയും കച്ചവടം ചെയ്യാൻ പറ്റുമോ നോക്കപ്പോ. മദീനത്തെ പൊടിയും കൂടി കച്ചവടം ചെയ്യാം. കണ്ടോളി, കാന്തപുരം മുസ്ലിയാർ തന്നെ മദീനത്തെ പൊടി കച്ചവടം ചെയ്യുന്ന രംഗം. നാളെ ഇൻഷാ അല്ലാഹ് മർക്കസ് തഖാഫത്തി സുന്നിയയിൽ ഷഹർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഹർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഹർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമേ
വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും. അതിന്റെ പുറമേ അവിടത്തെ ആ ഖബർ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗദത്തു ശരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ കണ്ട, അതും പറഞ്ഞു. മദീനത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിലേക്ക് വരുന്ന നേരിയ പൊടി അതൊക്കെ പാടെ തുടച്ച് അടിച്ചു കൂട്ടിയിട്ട് മൂപ്പർക്ക് കൊടുത്തു. മൂപ്പർക്ക് അതും ആവശ്യം ഉണ്ടാവും. എവിടെ കൂട്ട അവിടെ പൊടി, അവിടെ ഇങ്ങനെ മിനിറ്റിന് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് അവിടുന്ന് പൊടി വടിച്ചെടുത്ത് അത് സൂക്ഷിച്ചിട്ട് പ്രധാനപ്പെട്ട ആളുകള് മൂപ്പര് കൊടുക്കുക. നിങ്ങൾക്ക് അപ്പൊ കാര്യമുള്ളത്, ഞങ്ങൾക്കിത് സൂക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് കച്ചവടമില്ലല്ലോ, ഇവിടെ പെട്രോൾ ഡീസലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതില്ലല്ലോ, ഇത് കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിൽ കൊടുക്കല്ലേ മൂപ്പർക്ക്. ഈ കോലത്തില കൂട്ടലെ കച്ചവടങ്ങള്, ഇങ്ങനെ പുതിയ പുതിയ നമ്പറുകൾ 40, 400, 4000 കോടി സമ്പാദിച്ചാലും മതിവരാത്ത ആ ത്വരയോടുകൂടി ഇനിയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഇയാൾ തേടും, സംശയിക്കാനില്ല. നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കൾക്ക് വരാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട, മുടിയുമായി ബന്ധപ്പെട്ട്, ഈ ചൂഷണവുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് ചോദ്യങ്ങൾ വരേണ്ടത്. ചോദ്യങ്ങൾ വിഷയങ്ങൾ എമ്പാടും ഉണ്ടാകും. എല്ലാം കൂടി ചോദിക്കാൻ പറ്റുന്ന മുഖാമുഖമല്ല. അത് ഓരോ വിഷയത്തിൽ നാം പ്രത്യേകം സംഘടിപ്പിക്കാറുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് പരപ്പനങ്ങാടി ഡെൽറ്റ ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന വിഷയത്തിൽ മുഖാമുഖമുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്നു. ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം ഈ കേശവുമായി ബന്ധപ്പെട്ട വാണിഭമാണ്, മതവാണിഭമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഊന്നി ഉള്ള ചോദ്യങ്ങളാവണം ചോദിക്കേണ്ടത് എന്ന് ചോദ്യകർത്താക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. കാന്തപുരം മുസ്ലിയാര് ഈ മുടിയുമായി കേശവാണിഭവുമായിട്ട് രംഗത്തെത്തിയ കാലം മുതൽക്കേ ശരിക്കും യഥാർത്ഥത്തില് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി അതിനെ എതിർക്കുന്നുണ്ട്. പല പ്രഭാഷണങ്ങളിലൂടെയായിട്ടും പല പ്രചരണങ്ങളിലൂടെയായിട്ടും മുജാഹിദ് പ്രസ്ഥാനം എതിർത്തുകൊണ്ടേ നിൽക്കുകയാണ്. പക്ഷെ അതിനെതിരായിട്ട് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം അതിനെ എതിർക്കുമ്പോഴും ശരിക്കും അവരതിനെ എതിരെ പരിപാടി വെക്കുന്നുണ്ട്. അതിന് മറുപടി പറഞ്ഞിട്ട് അതിന്റെ ചില ഭാഗങ്ങളിൽ സനത് ഉദ്ധരിച്ചിട്ടൊക്കെ പരിപാടികൾ വെക്കാറുണ്ട്. എന്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാല്, മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി അതിനെ എതിർക്കുമ്പോഴും ഏതെങ്കിലും നിലക്ക് അത് നബിന്റെ മുടിയല്ല, അത് റസൂലിന്റെ മുടിയല്ല എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനം പരിപാടി വെക്കുമ്പോഴും ഏതെങ്കിലും ഒരു നിലക്ക് അത് റസൂലിന്റെ മുടിയാണെങ്കിൽ ഈ മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന പരിപാടികളെല്ലാം വെറുതെ ആയി പോകൂലേ? അതെല്ലാം വ്യർത്ഥമല്ല. മാത്രമല്ല അതൊക്കെ പടച്ചോന്റെ അടുക്കല് കുറ്റം കിട്ടുന്ന കാര്യം കൂടി ആവൂലേ? അതേപോലെ തന്നെ അതിനോട് കൂട്ടി ചോദിക്കാനുള്ളത്, അത് റസൂലിന്റെ മുടി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായി കഴിഞ്ഞാൽ അതിൽ നിന്ന് തബറുക്കെടുക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് എന്തായിരുന്നാലും ആ വിഷയത്തിൽ 1% പോലും ആശങ്ക ഇല്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഇയാൾക്ക് മുടി കിട്ടിയത് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു ഇതെന്തായാലും സമൂഹത്തെ മുടിക്കാനുള്ള പണിയാണ് എന്ന്. പക്ഷെ ഈ കേസ് ഞാൻ അന്ന് ഒന്ന് ശങ്കിച്ചു. അന്ന് വ്യാജ കേസെന്ന് പറയാൻ മടിച്ചു. അന്ന് ആദ്യം പേരിട്ടതൊക്കെ വിവാദ കേസം എന്നായിരുന്നു. ഈ കേസിനുള്ള പഴയ സീഡിനൊക്കെ പേര് നോക്കിയാൽ കാണാം അന്ന് വിവാദ കേസം എന്നാ. അത് പിന്നെ അവർ തന്നെ പിന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വ്യാജം എന്ന് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാ വിവാദ കേസെന്ന് പറഞ്ഞത്. അഥവാ റസൂലിന്റെ ആണെങ്കിലോ, പിന്നെ ഉറപ്പായി റസൂലിന്റെ അല്ലാൻ, അപ്പോഴാണ് വ്യാജം ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് റസൂലുള്ളാഹിയുടെ ശേഷിപ്പാണെന്ന് പറഞ്ഞ്
പ്രവാചകന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഏതൊരു അസർ ആര് കൊണ്ടുവന്നാലും ശരി, നമുക്ക് ഉറപ്പ അത് വ്യാജൻ തന്നെ. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷിപ്പുകൾക്ക് മഹത്വമുണ്ട്. താജുദ്ദീൻ സുലാഹി പറഞ്ഞു. ഉപചോദ്യം അതാണല്ലോ, മഹത്വമുണ്ട്. നബിയുടേതാണെന്ന് ബോധ്യമുള്ള മുടിയാവട്ടെ, താടിയാവട്ടെ, വടിയാവട്ടെ, നബിയുടെ ചെരുപ്പാകട്ടെ, കുപ്പായമാകട്ടെ, എന്താണെങ്കിലും ശരി, അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ തിരുശേഷിപ്പുകൾക്ക് സവിശേഷതയുണ്ട്. സ്വഹാബത്ത് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. സ്വഹാബത്ത് അങ്ങനെ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം അടക്കമുള്ളവർ ഉദ്ധരിക്കുന്ന ധാരാളം സംഭവങ്ങൾ അതിലേക്ക് വെളിച്ചം വീശുന്നുമുണ്ട്. പക്ഷേ പ്രവാചക ശേഷിപ്പാണെന്ന് പറയാൻ ഉറപ്പുള്ള, ബോധ്യമുള്ള ഒന്നും തന്നെ ഇന്ന് ലോകത്ത് ലഭ്യമല്ല എന്ന കാര്യത്തിൽ ഇന്നത്തെ ചരിത്രകാരന്മാർ ഏകദേശം ഒരേ സ്വരത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും ആവശ്യമില്ല. നമ്മൾ നേരത്തെ കേട്ടല്ലോ ക്ലിപ്പ്, വെല്ലൂരെ മുടിക്ക് സനതുണ്ട് എന്ന് കാസിമി പറഞ്ഞതിന് പേരോട് ചോദ്യം ചെയ്തു, എവിടെ സനത് കാണിക്കാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു വെല്ലൂര് ബാക്കിയാത്തിൽ സനതില്ല, ലത്തീഫി സനതുണ്ട്. അപ്പൊ പേരോടിന്റെ ചോദ്യം, ബാക്കിയാത്തിൽ സനതില്ല എന്നതിന് സനത് എന്താണ്? ലത്തീഫി സനത് ഉണ്ട്, അതേതാണ്? രണ്ടും തെളിയിക്കാന്നാണ്, രണ്ടും തെളിയിച്ചില്ല. അത് കഴിഞ്ഞ് ബഹാവുദ്ദീൻ കൂരിയാട് പറഞ്ഞു ഈജിപ്തിന് മുടിയുണ്ട്, അതേപോലെ പല സ്ഥലത്തും മുടിയുണ്ട്, മെതിയടിയുണ്ട്, ചെരുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. പേരോട് ചോദിച്ചു അതിന് സനതുണ്ടോ, കാണിക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുത്തോ? ഇല്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഇങ്ങനെ പലയിടത്തും പലരുണ്ട് എന്ന് പറയും. പണ്ട് ഹസ്രത്ത് ബാലി മസ്ജിദ് ഭയങ്കര പ്രശ്നമുണ്ടായി, മുടി നഷ്ടപ്പെട്ടു പോയി, ആ കലാപമായി. അവസാനം ഏതൊരു വിദ്വാമഹാദ കിട്ടിപ്പോയി, സമാധാനായി പോയി. ഏതാ പോയത്, ഏതാ കിട്ടിയത് ആർക്കും അറിയില്ല. ഒരു മുടി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ജാലിയൻവാല EK സുന്നിയ കൊടുത്ത മുടി ഇവര് മുടിയേറ്റ് വന്നപ്പോ മറ്റവൻ പോയി നോക്കി ബോംബെയിലൊന്ന്, അപ്പൊ ഓർക്കും കൊടുത്ത മുടി. ഈ മുടി ഇവിടെ വന്നപ്പോ പ്രശ്നമായി. AP സുന്നിയാള് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. അങ്ങനെ തിരിച്ചാവശ്യപ്പെട്ടു. തിരിച്ചു കൊടുത്തത് ഏതാ? നേരത്തെ കേട്ടല്ലോ ജിസാം പറഞ്ഞത്. EK സുന്നികളുടെ ഇസ്ലാമിക് സെന്റർ അടിച്ചു വരുന്ന അമ്മു എന്ന് പറയുന്ന പെണ്ണിന്റെ മുടിയാ തിരിച്ചു കൊടുത്തത്. ഇപ്പോഴോ ആ മുടി ജാലിയൻവാല ബാറയ്ക്കും കൊടുത്തിട്ടുണ്ടാവും. റസൂലുള്ളാഹിന്റെ മുടിയാണ് ഇട്ട്. അമ്മൂന്റെ മുടിയും കെട്ടിലേക്ക് പോയി. പിന്നെ എന്താ അറിയില്ലല്ലോ. ഇനി ആ മുടി മറ്റാർക്കെങ്കിലും കൊടുക്കും. ഇത് നബിന്റെ മുടിയാ തന്നിട്ട് അത് മുക്കി വെള്ളം കുടിക്കും, അത് ആളുകള് ബർക്കത്തായി ഉപയോഗിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ ഒരു ആശങ്കയുമില്ല. ഇന്നത്തെ കാലത്ത് പ്രവാചകരുടേതാണെന്ന് പറയാൻ ഉറപ്പുള്ള ഒരു ശേഷിപ്പും തന്നെ ഇല്ല. പിന്നെ ആർക്കും വാദിക്കാം, ആർക്കും പറയാം. റസൂലാന്റെ ശേഷിപ്പ് മാത്രമല്ല, അള്ളാന്റെ റസൂൽ അടക്കം ഹാജരായിട്ടല്ലേ ഇവിടെ പല സംഗതിയും ചെയ്യുന്നത്. ആ നിലക്കാണല്ലോ മൂലമാല പ്രചാരണം. നമ്മളെ പകല വയസ്സിലേക്ക് എത്ര കഥയെ പറഞ്ഞതറിയോ? എത്ര കഥയെ പറഞ്ഞത്. റസൂൽ ഇങ്ങനെ വന്നു കാസർഗോട്ടേക്ക്, കുട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരിയുടെ വീട്ടിലേക്ക് റസൂല് വന്നു എന്നാ മുസ്ലിയാര് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പലതും പറയാം, അതിൽ നമുക്ക് ആശങ്കയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അടുത്താള്. എന്റെ ചോദ്യം ക്ലിയർ ആക്കാൻ ആദ്യം അനുവദിക്കണം. എന്റെ ചോദ്യം ക്ലിയർ ആക്കാൻ അനുവദിക്കണം. ക്ലിയറായി ചോദിച്ചാൽ മതി. അപ്പോ എന്റെ പേര് ഉസ്മാൻ KC. ഞാനിവിടെ മണി ബ്ലാക്കിലാണ്. മുമ്പ് ഭയങ്കര ഒരു ദിവസം ഇതേപോലെ വന്നിരുന്നു, അന്ന് എനിക്ക് ചോദിക്കാൻ അനുവദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പോൾ ഈ വിഷയത്തോട് അനുബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ആ മുസ്ലിയാർ അവിടെ ഇരിക്കുന്ന, ആ തലക്കിരിക്കുന്ന മുസ്ലിയാർ ഇവിടെ 8 കാര്യങ്ങൾ പൊളിച്ചടക്കി എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഭയങ്കര സംഭവമാക്കി പറഞ്ഞു. ഞാൻ 7ാമത്തെ എത്തിയപ്പോഴാണ് അവിടെ എത്തിയത്. 7ഉം 8ഉം ഞാൻ കേട്ടു. അതിൽ ഇരിച്ച ഒരു സംഭവം ഞാൻ പറയാം. ഒന്നാമത്തിലൊരു ബഹാവുദ്ദീസ്ഥാന്റെ CD ഇട്ടു. എന്ത് പറഞ്ഞിട്ട്, ഇനിയിപ്പോ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ അവിടെ പോകേണ്ടി വരും, അത് നമുക്ക് പറ്റുമോന്ന്. അപ്പൊ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞത്, മൊഹീദ്ദീൻ ഷെയ്ഖ് വിളിച്ചാ വിളി കേൾക്കൂല എന്നുള്ള തെളിവ് ഇപ്പൊ ബഹാവുദ്ദീസ്ഥാന്റെ ക്ലിപ്പായിട്ടത്. ഞാൻ ചോദിക്കട്ടെ, ബഹാവുദ്ദീസ്ഥാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ, ഇവിടെ മൊഹീദ്ദീൻ ഷെയ്ഖ് വിളി കേൾക്കൂല എന്ന് തെളിഞ്ഞെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, മൊഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കൂല എന്ന് നമ്മൾ അംഗീകരിച്ചു, ലൗ സുല്ലിമ അംഗീകരിച്ചാൽ തന്നെ സാക്ഷാൽ അള്ളാഹുവിനെ വിളിച്ചു കാണ്ട് നിങ്ങൾക്ക് എന്തൊരു സാധനം നമ്മൾ അംഗീകരിക്കാൻ പറ്റുമോ? അള്ളാഹിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കണേ, ഇപ്പൊ മഴ പെയ്യാൻ പ്രാർത്ഥിക്കുക, അള്ളാഹു മഴ പെയ്യിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദ്വാ തീർക്കണമെങ്കിൽ അള്ളാഹു ഇപ്പൊ പെയ്യിപ്പിക്കോ? ഒന്ന് ദ്വാരം തരുമോ? അള്ളാഹു കേൾക്കുന്ന ഉറപ്പല്ല നിങ്ങൾക്ക്. എന്നാൽ ദ്വാരം നിങ്ങൾ മഴ പെയ്യിപ്പിച്ചത്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ അവിടെ കട്ടെ. രണ്ടാമത്തത്, അപ്പൊ മൊഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുമല്ലേ, ബഹാദി സാഹിബ് പറഞ്ഞത് തെളിവല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, അള്ളാഹു വിളിച്ചാൽ കേൾക്കും, പക്ഷെ ഇപ്പൊ വിളിച്ചാൽ കേൾക്കില്ലേ? ഇല്ല. അത് കേൾക്കണമെങ്കിൽ അതിന്റെ സന്ദർഭങ്ങളുണ്ട്, അതിൻ്റെതായ ആള് ചോദിക്കണ പോലെ ചോദിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുല്ലിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മൂന്റെ മുടിന്റെ ഏതൊരു അമ്മൂന്റെ മുടിന്റെ കാര്യം അവിടെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പോയി ചോദിച്ചാൽ കിട്ടുന്ന ആരും പറഞ്ഞില്ല. അതൊക്കെ സെൻസ് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്നല്ലോ. ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, അവസാനം ഇട്ടൊരു ക്ലിപ്പ് ഉണ്ട്. ഏതാണ് ക്ലിപ്പ്?
ചോദ്യം ചോദിച്ചോളൂ, ഇപ്പം വിട്ടോളാം. അല്ല, അതുമായി ബന്ധപ്പെട്ടത് ഓർമ്മ ഉണ്ടോ? അവസാനം ഇട്ടത് എന്ത് പറയായിരുന്നു? വൈബറിയില്ല. ഓക്കെ, വൈബറിയില്ല എന്നൊരു തെളിവ് ഇവിടെ ഇട്ടത് ഷംസുലമന്റെ അതും എപിന്റെ ഏതോ ഒരു ക്ലിപ്പിലാണ് ചോദിച്ചത്. ഷംസുലമന്റെ കണീസിന് കബറ് പോയാല് നിനക്ക് വൈബറി എന്തേ പോയി ചോദിച്ചൂടെ? വൈബ അറിയില്ലേ എന്നാ ചോദിക്കട്ടെ. യാ സാരിയ അൽ ജബൽ എന്ന് ഉമറുള്ള ഏത് സ്വാഹിബ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഉമറുല്ലാവൻ അലിയുള്ളവൻ എന്ന് വിളിച്ചു. അത് വൈബായിരുന്നോ അല്ലെങ്കിൽ ഹദ്റത്തിലെ സംഭവമായിരുന്നോ പറഞ്ഞത്? ഇനി വേണ്ട, ചോദ്യം തന്നെ അത് ക്ലിയർ ആക്കാൻ വിശദീകരിക്കാൻ. ഈ വൈബ് അറിയാന്ന് പറഞ്ഞത് ഈ ലോകത്തുള്ള ഇപ്പൊ ഇന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ അപ്പുറത്ത് മറവില്ലേ, അത് മുതൽ ഈ ലോകത്തിൽ A to Z വൈബ് എല്ലാവരും നെറ്റ്വർക്ക് സൈഡിൽ ബ്ലൂടൂത്ത് അയക്കണമാതിരി അല്ല അങ്ങനെ അയച്ചു കൊടുക്കേണ്ടെന്നല്ല. നബിക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ എനിക്ക് ആ വൈബ് അറിയണമെന്ന ഉദ്ദേശം ഇറാദത്ത് ബന്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം ആവശ്യത്തിൽ ചോദ്യം പറയും. ഉദാഹരണം ഞാൻ പറഞ്ഞോളാം. നിങ്ങൾക്ക് മനസ്സിലാവും, കേൾക്കുന്നതൊക്കെ മനസ്സിലാവില്ല, കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവൂല. നാടന്മാരെ അവിടെ ഉള്ളത് ഒരു സൂചി പോലെ. ഒരു മിനിറ്റ് സുഹൃത്തിൽ കാര്യം മനസ്സിലാക്കണം. ഇസ്ലാമിന് നേരെ പുറത്തു പോണ വാക്കായി വരുന്നതൊക്കെ നിങ്ങളുടെ വികാരം നല്ലതാണ്. നിങ്ങൾ ഉത്തരം കേൾക്കി. ആ മറുപടി പറഞ്ഞത്, ആ മറുപടിക്ക് മുമ്പ് നിങ്ങളെ ഫിഖഹിന്റെ കിതാബിലും അഖീദ കിതാബിലും ഒക്കെ ഉള്ള റിദ്ദത്തിന്റെ ബാബ് ഒന്ന് വായിക്കണം നല്ലതാണ്. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ മുജാഹിദീങ്ങൾ തോൽപ്പിക്കാനും ശ്രദ്ധിക്ക് നിങ്ങൾ മുജാഹിദീങ്ങൾ തോൽപ്പിക്കാനും തൽക്കാലം ജയിക്കാനൊക്കെ ആണെങ്കിലും ഇതിനപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ അറിയാതെ വിസ്മരിക്കപ്പെടുന്നുണ്ട് എന്ന് മറക്കാൻ പാടില്ല. അള്ളാഹിനെ കുറിച്ച് അത്തരം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യനെ ഈമാൻ തെറ്റിപ്പോണ വിഷയം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ വിഷയം. അതുകൊണ്ട് അത്തരം പ്രയോഗങ്ങൾ ഞാനായാലും നിങ്ങളായാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനുള്ളത്. അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ചോദ്യമേ പാടില്ല. അത് താങ്കൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം, പക്ഷേ അത് ഞാൻ പുറത്തെന്റെ വിഷയമല്ല. റഹ്മാനായ റബ്ബിനോട് തൗബ ചെയ്തിട്ട് ഉസ്താദിനോട് ചോദിച്ചത്, ഉസ്താദ് നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യം കൊണ്ട് ഉസ്താദ് കേൾപ്പിച്ചു കൊടുത്താൽ ഉസ്താദിനോട് പറയും രണ്ടാമത് ഷഹാദത്തിലേക്ക് എന്ന് പറയും. അത്ര ഗൗരവമുള്ള വിഷയം നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അത്തരം ശൈലികൾ ഒരു 5 മിനിറ്റ് ചോദിച്ചില്ലേ, ഒരു 6 മിനിറ്റ് ഞാൻ പറയട്ടെ. അത്തരം ശൈലികൾ ഒരു മുഅ്മിന് യോജിച്ച പണിയല്ല. അള്ളാഹിനോട് ചോദിച്ച അള്ളപ്പണ അയച്ചോ, അള്ളപ്പണ മഴയിപ്പിച്ചോ. ഇനി ഒരാൾ ചോദിച്ചു മഴ പെയ്യിപ്പിച്ചില്ല, ശരി, നമ്മൾ മമ്പുറത്തിന് കൊടിയെടുത്തിട്ടും അല്ലാതെയൊക്കെ ചോദിച്ചിരുന്നല്ലോ. അങ്ങനെ ചോദിച്ചു മഴ പെയ്തില്ല എങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? അള്ളാഹ്ക്ക് മഴയിപ്പിക്കാൻ കഴിയില്ല മനസ്സിലാക്കുമോ? ഒരാൾ മരിക്കുന്നവരെ പ്രാർത്ഥിച്ചു, റബ്ബേ എന്റെ രോഗം ശിഫയാക്കണേ, രോഗം ശിഫയായില്ല, അതിനർത്ഥം അള്ളാഹ്ക്ക് ശിഫയാക്കാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും മുസ്ലിം മനസ്സിലാക്കോ? അള്ളാഹിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അലിഫറിയുന്ന മനുഷ്യൻ അങ്ങനെ ചിന്തിക്കോ? അല്ലാഹു തആലയുടെ ഇജാബത്ത് വാൻ ചോദിച്ചു കൊടുക്കലല്ല. അല്ലാഹു തആലയുടെ ഇജാബത്ത് 3 രൂപത്തിലാണ്. ഒന്നുകിൽ ചോദിച്ച കാര്യം കൊടുക്കും, അല്ലെങ്കിൽ അവന് മറ്റൊരു മുസീബത്ത് ഒഴിവാക്കി കൊടുക്കും. അതിനർത്ഥം ഇത് അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നല്ല. അതുമല്ലെങ്കിൽ നാളെ പരലോകത്തോടെ ദുആക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകും. അത് അള്ളാഹിന്റെ ഇജാബത്ത്. അയാൾ മഴ ചെയ്യാൻ വേണ്ടി നിങ്ങളാണ് തോന്നുന്നു, മഴ പെയ്തില്ല, ഓ അപ്പൊ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കാൻ കഴിയൂല, അള്ളന്നില്ല എന്ന് ചിന്തിക്കാന്ന് പറഞ്ഞാൽ അത് യുക്തിവാദമാണ്. അത് ദീനുമായി ബന്ധമുള്ള ഒരാളും പറയാൻ പാടില്ല. എന്നാൽ മൊഹീദ്ദീൻ ശൈഖിന്റെ വിഷയം എന്തുകൊണ്ട് പറഞ്ഞു? അത് സമുദായത്തെ പഠിപ്പിച്ചത് എന്താ? വല്ലാ നീരത്തീന്നും എന്നെ വിളിപ്പോർക്ക് ഭയപൂടാതു തീരം ചെയ്യും ഞാനെന്നോവാർ. അവിടെ ഷർത്തും ഫർളും ഒന്നുമില്ല. ഷർത്തും ഫർളും ഉണ്ട് കുതുബിയത്തിന്. ومن ينادي اسمي الفا بخلوته عزما بهمته صرما لغفوته اجبته مسلعا من اجل دعوته فليدعو يا عبد القادر محي الدين. അവിടെ ഷർത്ത് ഒറ്റക്കിരുന്ന് ശ്രദ്ധ മുഴുവൻ ശൈഖിലേക്കാക്കി ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി 1000 പ്രാവശ്യം വിളിച്ചാൽ ശൈഖ് ഉത്തരം ചെയ്യും. മുഹീദ്ദീൻമാരിലോ വല്ല നിലത്തീനും എന്നെ വിളിച്ചാൽ വായ പൂടും മുമ്പ് ഉത്തരം ചെയ്യും. അത് അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞു അസ്തജിബ് ലക്കും, നിങ്ങൾ ദുആ ചെയ്യൂ ഞാൻ ഉത്തരം ചെയ്യാം. നിബന്ധന പഠിപ്പിച്ചു, ദുആക്ക് അവിടെ മര്യാദ പഠിപ്പിച്ചു. ആ മര്യാദ എല്ലാം ഒത്ത് ഒരാൾ ദുആ ചെയ്യുന്നുവെങ്കിൽ, റബ്ബ് അത് സ്വീകരിക്കുന്നുവെങ്കിൽ ആ പറഞ്ഞ 3-4 രൂപത്തിൽ അല്ലാഹു തആല ഉത്തരം നൽകും. റബ്ബ് നമ്മുടെ ദുആകൾ കബൂലാക്കുമാറാവട്ടെ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി സമുദായം വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. ഈ ബഹാവുദ്ദീനും മുസ്ലിയാക്ക് ഇപ്പോഴും വിശ്വാസമുള്ളത് എന്താ? മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ കേൾക്കും തന്നെയാണ്. പിന്നെ എന്തിനാ നമ്മൾ ആ ക്ലിപ്പിട്ടത്? മൂപ്പര് ആ വിഷയത്തിന് വഹാബി ആയിട്ടുണ്ടെന്ന് പറയാനല്ല. കാരണം മൂപ്പര് വഹാബി ആയെങ്കിൽ മിഞ്ഞാന്ന് ഷിയാക്കളുടെ സമ്മേളനത്തിന് പോകുമല്ലോ. പിന്നെ എന്തിനാ കൽപ്പിട്ടത്? ഒരു മനുഷ്യന്റെ ഫിത്തുറത്ത് അള്ളാഹു നിശ്ചയിച്ച ഇസ്ലാമികമായ ശുദ്ധമായ പ്രകൃതമുണ്ട്. അത് ചില ഘട്ടത്തിലെങ്കിലും അറിയാതെങ്കിലും പുറത്തേക്ക് വരും. അതവിടെ ഉണ്ടായത്. അയാൾ നാട്ടുകാരെ പറഞ്ഞു പഠിപ്പിക്കുന്നതും അത് ആളുകൾ വിശ്വസിക്കുന്നതും
അയാൾ നേതൃത്വം നൽകുന്ന ഞങ്ങളൊക്കെ പഠിച്ച ദാൽഹുദ എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോഴും പഠിപ്പിക്കുന്നുവെന്താ? വിളിച്ചാ വിളി കേൾക്കും, ഉത്തരം ചെയ്യും എന്ന് തന്നെയാണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ സത്യം അറിയാതെ പുറത്തേക്ക് ചാടി. അപ്പോഴാ മൂപ്പര് എന്ത് പറഞ്ഞത്? ഇനിയിപ്പോ മൂപ്പര് സനദിന് വേണ്ടി മൊയ്തീൻ ശൈഖ് തങ്ങളെ ഖബറിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ അതിപ്പോ പോയി ചോദിക്കാൻ പറ്റൂലല്ലോ എന്നാ. അതിന്റെ അവിടെ പോയി സനദ് ചോദിക്കാൻ പറ്റൂലെന്നുണ്ടോ? അവിടെ പോയി ഇന്നലെ ചോദിക്കാവൂന്നുണ്ടോ? അതോ നമ്മളൊക്കെ ഈ സനദ് ചോദിച്ചാൽ ശൈഖ് തരൂല എന്നുണ്ടോ? മാത്രമല്ല കാന്തപുരം മുസ്ലിയാർ വായിച്ച സനദ് ചെന്ന് മുട്ടിനെ വിളിക്കാം മൊയ്തീൻ ശൈഖിലേക്കാ. അപ്പൊ അത് അറിയാതെ പുറത്തേക്ക് വന്ന ഇസ്ലാമിക പ്രകൃതിയാണ്, ശുദ്ധ പ്രകൃതിയാണ്. അതാ നമ്മൾ പറഞ്ഞത്. ഇത് ഒരു സത്യം ഇതിലൂടെ പുറത്തു വന്നതാണ്, ഒരു സത്യം ഇതിലൂടെ പുറത്തു വന്നതാണ് എന്ന് നമ്മൾ പറയാൻ കാരണം അതാ. അതിലേക്ക് ഒരിക്കലും അള്ളാനെ വെച്ച് ചോദ്യം ചെയ്ത് സുഹൃത്ത് അണിയൻ ചെയ്ത് ശരിയായില്ല. ദീനിയായി മഹാ അപരാധമാണ്, വൻ പാപമാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. ഉസ്താദുമാരുമായി ചോദിച്ച് നിങ്ങളൊന്ന് കേൾപ്പിച്ചു, ഉസ്താദ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉസ്താദുമാര് ബഹാവുദ്ദീൻ ഗുലാ അടക്കം പറയും നിങ്ങൾ തൗബ ചെയ്യണം, ഷഹാദത്ത് ചെല്ലണം എന്ന് വരെ പറയും. ഒന്ന്. രണ്ടാമത് വൈബിന്റെ വിഷയം, അതും വേണ്ടേ ക്ലിയർ ആവണ്ടേ? ചോദ്യം കേൾക്കുമ്പോൾ ഉത്തരം ക്ലിയർ ആണല്ലോ. വൈബിന്റെ വിഷയം. വൈബിന്റെ വിഷയം എന്താണ്? ഇവിടെ താജുദ്ദീൻ സലാഹി കളിപ്പിട്ടു എന്നിട്ട് പറഞ്ഞു എന്ത്? കണ്ണിയത്ത് ഉസ്താദും EK ഉസ്താദും ഒക്കെ വഫാത്തായി പോയി, അതുകൊണ്ട് ഇനിയിപ്പോ ഓരോട് ചോദിക്കാൻ പറ്റൂലല്ലോ, മറ്റേ അംസ മുസ്ലിയാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മരിച്ചുപോയ മനുഷ്യന്മാർ വിളിച്ചിട്ട് കാര്യമില്ല, ഓല് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണല്ലോ അതിന്റെ മറുവശം. അത് ഓല വിശ്വാസമല്ല, പുറത്തേക്ക് പറഞ്ഞ വിശ്വാസം വേറെയാണ്. പുറത്തേക്ക് പറഞ്ഞ വിഷയം വേറെയാണ്. മാത്രമല്ല അതിന് താജുദ്ദീൻ സലാഹിയുടെ ക്ലിപ്പേത കൂട്ടത്തിൽ അദ്ദേഹം ഇട്ടുകൊടുത്തു പേരോടിന്റെ പ്രസംഗം. 70ഓളം സ്വഹാബിമാരെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു, റസൂലുള്ളാഹിയെ വഞ്ചിച്ചിട്ട്. റസൂലുള്ളാഹിനെ പറഞ്ഞു പറ്റിച്ചത് കൊണ്ടുപോയി. അതിലിപ്പം മൂപ്പര് വിശദീകരണം എന്താ? അത് ഇറാലത്ത് അതുമായി ബന്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. വൈബ് ആരണം ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അത് ഉദ്ദേശിച്ചാൽ ആ 70 സ്വഹാബികളെ കൊല്ലാൻ പെടേണ്ട ആവശ്യം ചെയ്യുന്നല്ലോ. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ നടക്കുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ വൈബില്ല. ലോകത്തുള്ള വൈബ് അറിയുന്നവന് അല്ലാഹു തആല മാത്രം. റസൂലും അറിയില്ല, ഒരു നബിയും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല, വൈബ് അറിയില്ല. അവിടെയും ഒരു പരിഹാസ സ്വരം വന്നിട്ടുണ്ട്. ആ ബ്ലൂടൂത്തും ഇന്റർനെറ്റൊക്കെ പറഞ്ഞല്ലോ, അള്ളാഹിനെ കുറിച്ച് പ്രയോഗിക്കാൻ പറ്റിയ പ്രയോഗമല്ലത്. നിങ്ങളെപ്പോലത്തെ ആളുകൾ കുറ്റപ്പെടുത്തല്ല, പക്ഷെ പറ്റിയ അബദ്ധം എവിടെ വെച്ചാൽ അള്ളാഹിനെ മനസ്സിലാക്കുന്നത് തെറ്റി. അള്ളാഹിനെ ശരിയാം വിധം മനസ്സിലാക്കിയില്ല. അപ്പൊ സൃഷ്ടിയോട് ഇങ്ങോട്ട് ഉപമിച്ചു, ഇവിടെ അങ്ങോട്ട് ഉപമിച്ചു. അങ്ങനെയാണ് പഴയ മൂലന്മാരെ പണ്ട് കാലത്തൊക്കെ ട്രാൻസ്ഫോമർ പോലെയാണെന്നൊക്കെ പറഞ്ഞത്. അദ്ദേഹം കേൾക്കട്ടെ, മൂലർ കേൾക്കട്ടെ, ശല്യപ്പെടുത്തല്ലേ. അതായത് അള്ളാഹു ട്രാൻസ്ഫോമർ പോലെയാണ്, പ്രധാനമന്ത്രിയെ പോലെയാണ് എന്നൊക്കെ പണ്ട് ചില മുസ്ലിയാക്കന്മാർ ഉദാഹരണം പറഞ്ഞതും അള്ളാഹിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അള്ളാഹിനെ ശരിയാംവിധം മനസ്സിലാക്കിയാലും അള്ളാഹിന്റെ പ്രവർത്തനങ്ങളും അള്ളാഹിന്റെ സിഫാത്തും അള്ളാഹുവിന്റെ സവിശേഷതയും ഒക്കെ അള്ളാഹു റസൂലും പഠിപ്പിച്ചത് ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ചിന്തന ഉണ്ടാവില്ല. വളരെ ഗൗരവമാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദ് നുഅൈം ബിൻ മുഹമ്മദ് അൽ ഖുസാഇ അദ്ദേഹം പറഞ്ഞത് മൻ ശബ്ബഹ അല്ലാഹ ബി ഖൽഖിഹി ഫഖദ് കഫർ എന്നാണ്. മൻ ശബ്ബഹ അല്ലാഹ ബി ഖൽഖിഹി, അല്ലാഹുവിനെ തന്റെ സൃഷ്ടിയോട് ആരെങ്കിലും ഉപമിച്ചാൽ ഫഖദ് കഫറ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്ത് അഅറാഫിന്റെ 54-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരുപാട് സ്ഥലത്തുണ്ട്, ഒന്ന് പറഞ്ഞു മാത്രം. ആ പണിയാണ് എന്റെ അനിയൻ അറിയാതെ വായിലൂടെ വന്നു പോയത്. അള്ളാഹിനെ ഉപമിക്കാൻ ഉദ്ദേശിച്ചാവൂല, പക്ഷേ അള്ളാഹിനെ കുറിച്ച് അത്തരം പദപ്രയോഗങ്ങൾ ഗൗരവമായി കാണണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത് താങ്കൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ശരി, ബാക്കി പറഞ്ഞോളി. എഴുതി വെച്ച് വന്നതല്ല, സമയം കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ അള്ളാഹുവിനാണ് പറഞ്ഞത്. ഫസ്റ്റ് ശേഷം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ച ദ്വാ സ്വീകരിക്കും, അത് ശരി തന്നെയാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അള്ളാഹുവിനെ കളിയാക്കി പറഞ്ഞതോ അല്ലെങ്കിൽ ഞാനൊരു ഇവിടെ ആളുകളെ മുമ്പിൽ ഞാൻ പറഞ്ഞ വിശദീകരണം കൃത്യമാണല്ലോ, തർക്കമില്ലല്ലോ. അല്ല അല്ല അല്ല, ഞാൻ പറഞ്ഞ വിശദീകരണത്തിൽ അള്ളാഹിനെ പരിഹസിച്ചാൽ കാഫിറായി പോകുമെന്ന വിഷയത്തിൽ തർക്കമില്ലല്ലോ. നിങ്ങൾ പരിഹസിച്ചിട്ടില്ലേ? നിങ്ങളും പഠിച്ചോളിക്കൂടി, നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ ചോദ്യം ചോദിച്ചോളി. അപ്പൊ നിങ്ങളൊരു തന്ത്രം എന്ന് പറഞ്ഞാൽ വലിയ വിഷയങ്ങളിൽ ഇട്ടേണ്ടത് പ്ലേറ്റ് മാറുക എന്നുള്ളതാണ്. ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചോദ്യം ചോദിക്കേ,
ചോദ്യം ഇത് തന്നെയാണ്. ഞാൻ ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം എനിക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആ വലിയ ആളുകൾക്ക് അല്ലെങ്കിൽ മഹാന്മാർക്ക് വൈബ് അറിയില്ല എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾ ഇനി മുതൽ ബഹാദിസ്ഥാന്റെ ഇടാമ ആ ക്ലിപ്പ് ഇട്ടുകാണ്ട് തെളിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ വൈബ് അറിയുന്ന വിഷയമോ ചർച്ചക്കാണെങ്കിൽ അതിൽ എനിക്കും കുറെ ആയത്ത് പറയാണ്ട് നിങ്ങൾക്കും പറയാണ്ടാവും. എന്റെ വിഷയം ഇവിടെ വൈബ് അറിയിക്കോ അല്ലെങ്കിൽ തെളിയിക്കല്ല. ഈ 2 ക്ലിപ്പ് ഇട്ടുകാണ്ട് നിങ്ങളെ വൈബ് തെളിയിക്കാൻ വൈബ് അറിയില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഈ 2 ക്ലിപ്പ് ഇട്ടുകാണ്ട് ഈ വാദത്തെ സ്ഥിരപ്പെടുത്താനോ നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ആ ചർച്ച ഇടണമെങ്കിൽ എനിക്കും കുറെ പറയാണ്ടാവും. അതിന് എനിക്ക് അവസരം തരണം. നിങ്ങൾക്കും കുറെ പറയാണ്ടാവും. അത് നിങ്ങൾക്കും രണ്ടാക്കും കുറെ ടൈം വേണം. എന്റെ ചോദ്യത്തിന്റെ ലക്ഷ്യം ഇത്രേ ഉള്ളൂ. ഈ 2 ക്ലിപ്പ് ഇട്ടുകാണ്ട് നിങ്ങൾക്ക് വൈബ് അമ്പിയാക്കൾക്ക് അറിയില്ല എന്നോ അല്ലെങ്കിൽ വൈബ് അറിയില്ല എന്നോ പിന്നെ ചോദിച്ചാൽ ഉത്തരം കിട്ടൂലെന്നോ അല്ലെങ്കിൽ അമോദി ശേഖന്റെ അടുത്ത് പോയാൽ ഉത്തരം കിട്ടൂലെന്നോ തെളിയിക്കാനുള്ള ക്ലിപ്പുകളല്ല ഇത്. അത്രേ ഉള്ളൂ. അത് ശരി. ആദ്യം പറഞ്ഞാൽ പോരെ. ഇവിടെ ആ ക്ലിപ്പിട്ടത് അതിനേ അല്ല. ക്ലിപ്പിട്ടതൊക്കെ മുടി പൊളിക്കാനാ. പക്ഷെ മുടി കളയുമ്പോ സ്വാഭാവികം കൂട്ടത്തിൽ കിട്ടുന്ന കുറെ സൈഡ് പ്രൊഡക്റ്റ് ഉണ്ട്. അതതിനൊപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ മുടി കളിച്ചൽ എന്തിനല്ല, മുടി കളിച്ചതിനല്ല. ആ കൂട്ടത്തിൽ കിട്ടുന്ന ചില നേട്ടങ്ങൾ അതും കിട്ടിയില്ല പറഞ്ഞത്. അതാണ് നിങ്ങൾ നേരത്തെ വരാത്ത പ്രശ്നമാണ്. നിങ്ങൾ 7ാമത്തിനാണ് വന്നത്. നിങ്ങൾ 1ാമത്തെ വന്നിരുന്നുവെങ്കിൽ നിങ്ങളിപ്പം മുജാഹിദായിട്ടുണ്ടാവും. അപ്പൊ താജുദ്ദീൻ സലാഹി പറഞ്ഞെന്താ വെച്ചാല് ഈ മുടി ബഹളും പ്രശ്നമൊക്കെ പാടെ വന്നപ്പോ അതിലൂടെ പുറത്തു വന്ന ചില സത്യങ്ങളുണ്ട്. അത് കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. ഞമ്മക്ക് ഇനി ബഹാദി മുസ്ലിയാർ ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാ ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ബഹാദി മുസ്ലിയാർ എന്നൊരു മുസ്ലിയാർ ലോകത്ത് ജീവിച്ചിട്ടില്ല വിചാരിക്കുക. എന്നാലും മുസ്ലിമീങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. അള്ളാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചതാ ആകാശഭൂമികളിൽ ഗൈബ് അറിയില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഈ ആയത്ത് നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ, ഞാനും വിശ്വസിക്കുന്നു. എന്തു വിശദീകരണം എന്ത് ന്യായം പറഞ്ഞാലും അള്ളാഹുവോട് പഠിപ്പിച്ച സത്യമാണ് ഗൈബ് അല്ലാഹു അല്ലാതെ അറിയില്ല. എന്നാ മാലപ്പാട്ട് പഠിപ്പിച്ചതോ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ ഇങ്ങാട് കൽഭാഗമെന്നോവർ കൺകൊണ്ട് കണ്ടതും കൽഭാഗത്തുള്ളതും കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. ഈ വിശ്വാസം ശരിയല്ല എന്നതിന് ബഹാവുദ്ദീൻ മുസ്ലിയാർ അല്ല തെളിവ്, അള്ളാന്റെ ആയത്താണ്, റസൂലുള്ളാഹിന്റെ ഹദീസാണ്. അതിന് ഒരുപാട് സംഭവങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് ബിർ മഊന സംഭവം. മുമ്പിൽ വന്നിട്ട് പറഞ്ഞു റസൂൽ ഞങ്ങളുടെ നാട്ടിൽ കുറെ ആൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, ഓലെ ദീൻ പഠിപ്പിക്കാൻ അവിടെ ആരുമില്ല, നിങ്ങൾ കുറച്ച് ആളെ പറഞ്ഞയച്ചരണം. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി. ഏറ്റവും നല്ല മുത്തുകളായ 70 സ്വഹാബിമാരെ കൂടെ വിട്ടെടുത്തു. ഓരോ നാട്ടിൽ ആൾ ഇസ്ലാമിക്ക് വന്നിട്ടില്ല, അവിടെ അങ്ങനത്തെ വിഷയമില്ല. ഇവര് വഞ്ചകന്മാരായിരുന്നു. ഇവർ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് യാത്രയും പറഞ്ഞ് ചിരിച്ചു കളിച്ചാണ് പോയ ആളുകളെ വഴിക്ക് വെച്ചിട്ട് 70 ആളെയും കൊന്നുകളഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത വിഷമുണ്ടായി. തന്റെ കയ്യിൽ നിന്നാണ് കൊണ്ടുപോയത്. ആ ആളുകളെ ശപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 വഖ്തിലും ഖുനൂത്ത് ഓതി. സുബഹിക്ക് മാത്രം നബി ഓതിയിട്ടില്ല, 5 വഖ്തിലും നബി ഖുനൂത്ത് ഓതി. ഈ വിഭാഗങ്ങളെ, ഈ കൊണ്ടുപോയ മനുഷ്യന്മാരെ ശപിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് 5 വഖ്തിലും അല്ലാഹുവിന്റെ റസൂല് അവസാനത്തെ റക്അത്തിന് റുകൂഇന് ശേഷം ഖുനൂത്ത് ഓതി. ആ സംഭവത്തിന് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞു നബിക്ക് ഗൈബ് അറിയില്ല എന്ന് തെളിവായിട്ട് ഞങ്ങൾ അത് കുറെ കാലമായി പറയുന്നു. അതിനിവിടെ നമ്മളെ പണ്ട് കോളിച്ചനെ വെച്ചിട്ട് സുലൈമാൻ സഖാഫിയോട് ചോദിച്ചു, ഈ സ്ഥലം താഴേക്കോട് വെച്ചിട്ട് ഈ സംഭവം റസൂലുള്ളാഹിക്ക് ഗൈബ് അല്ല എന്ന് തെളിവല്ലേ? അദ്ദേഹം അല്ല, നബിക്കറിയാം, ഇവര് കൊല്ലാനാ കൊണ്ടുപോകുന്നത് അറിയാം, പക്ഷെ ഓയ്ക്ക് ഷഹീദിന്റെ കൂലിട്ടണ്ടേ, ഷഹീദിന്റെ കൂലിട്ടണ്ടേ. എന്നിട്ട് റസൂൽ എന്ത് ചെയ്യാ, വിഷമം കാണിച്ചിട്ട് പ്രാർത്ഥിക്കും ചെയ്യാ, ഓല നശിപ്പിക്കണേന്ന്. ആരെ? തന്റെ സ്വഹാബത്തിന് ഷഹീദിനെ കൂലി വാങ്ങിക്കൊടുത്തവർക്കെതിരെ പ്രാർത്ഥിക്കേ. ആ രൂപത്തിലാണ് വിശദീകരണം വന്നത്. ഈ കോഴിച്ചനെ വെച്ചിട്ട് പത്തപ്പരിയം സക്കാഫി പ്രസംഗിച്ചു. അന്ന് പ്രസംഗിച്ചപ്പോ അവിടെ അബ്ദുറഹ്മാൻ അൻസാരി മറുപടി പറഞ്ഞു. മറുപടി ഗൈബ് വിഷയം എന്നപ്പോ അൻസാരി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നി നമ്മുടെ ഉമ്മ ആയിഷ ബീവിയെ പറ്റി വ്യഭിചാരോപണം വന്നിട്ട് 40 ദിവസം വരെ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തിനും യാഥാർത്ഥ്യം എന്താ മനസ്സിലായില്ല. അവസാനം അല്ല ആയത്തിറക്കി, അപ്പോഴാ സംഗതി വ്യക്തമായത്. അപ്പൊ നബിക്ക് ഗൈബ് അറിഞ്ഞാ തെളിഞ്ഞല്ലോ. അതിന് പത്തപ്പരിയം സക്കാഫി എന്താ അറിയോ, എന്നാ പിന്നെ അള്ളാഹ്ക്കും അറിഞ്ഞില്ലേ 4 പീസ് എന്നാ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ. ഈ 4 പീസ് എന്റെ അള്ളാഹ്ക്കും തിരിഞ്ഞില്ലേ? അതാണ് മോലയന്മാരെ സ്റ്റാൻഡ്. സുലൈമാൻ സക്കാഫിയോട് ചോദിച്ചു, യഅ്ഖൂബ് നബിയുടെ മകൻ യൂസുഫ് നബിയെ കാണാതായി.
കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് വാപ്പാക്ക് കണ്ണിന്റെ കാഴ്ച പോൽ മട്ടമായി. ഖുർആൻ തന്നെ പറഞ്ഞു ദുഃഖം കാരണം കണ്ണൊക്കെ വെളുത്തുപോയി. ഈ സംഭവം ചോദിച്ചിട്ട് സുലൈമാൻ സഖാഫിയുടെ മുഖാമുഖത്തിൽ ചോദ്യം. അപ്പോൾ യാക്കൂബ് നബി അടക്കമുള്ള അമ്പിയാക്കന്മാർക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്നല്ലേ അതിന് മനസ്സിലാകുന്നത്. അതിന് മുമ്പ് മറുപടി എന്താ അറിയോ? അല്ല, യാക്കൂബ് നബിക്ക് അറിയാ എന്റെ മകൻ അവിടെ ഉണ്ട്, സുഖമായി ഈജിപ്തിൽ കഴിയുന്നുണ്ട് അറിഞ്ഞിട്ട് കരഞ്ഞതാണ്. അതെന്തിനാ? മക്കൾ ഗൾഫിൽ പോയാല് നല്ല സുഖ, നല്ല ജോലി, നല്ല ശമ്പളം ഉണ്ടെന്നൊക്കെ അറിഞ്ഞാലും കാണാനുള്ള പൂതി കൊണ്ട് ഉമ്മയും പാപ്പയും കരിയിലെ ആ കരച്ചിലാണ്. അങ്ങനെ കരഞ്ഞിട്ട് കണ്ണിന് കാഴ്ച പോകലുണ്ട. എന്റെ മോനെ നല്ല സുഖ, പക്ഷെ കാണാൻ വലിയ പൂതി, അതുകൊണ്ട് കരഞ്ഞു എന്റെ കണ്ണിന് കാഴ്ച പോയി. എന്നാ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ മുസ്ലിയാരെ ഇത് പച്ച ദുർവ്യാഖ്യാനങ്ങൾ. നമ്മൾ വാശിയും വിദ്വേഷമൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാന്റെ ദീനും വേണ്ടി ഒന്ന് ചിന്തിച്ചു നോക്കാണ്. ബാക്കിയൊക്കെ നിർത്തിയേക്കാം. ഞാനൊക്കെ നിങ്ങളെ പോലെ തന്നെ ഇങ്ങനെ ചോദിക്കാനും പറഞ്ഞു പോയത് തന്നെയാണ്. പക്ഷേ അള്ളാന്റെ ദീന് മുൻനിർത്തിയിട്ട് പരലോകം മുമ്പിൽ വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഇതൊക്കെ എന്തിനു വേണ്ടിയാ? പച്ചയായിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറയുമ്പോ, ഹദീസിൽ ധാരാളം സംഭവങ്ങൾ സ്ഥിരപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒരു കഥ പറഞ്ഞിട്ടാ അങ്ങനെയല്ലേ എങ്ങനല്ലേ എന്ന് ചോദിച്ചിട്ട് ഈ തത്വങ്ങളെ മൊത്തം അട്ടിമറിക്കുന്ന പ്രവണത അത് ഗൗരവമാണ്. അതുകൊണ്ട് ദീനിനെ ദീനായി തിരിച്ചറിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി വല്ല ഉണ്ടെങ്കിൽ ചോദിച്ചോ, ബാക്കിൽ ആളുണ്ടെങ്കിൽ പോയി കൊടുത്തടി. സമയം 10 കഴിഞ്ഞല്ലോ. ഒന്ന് ജസ്റ്റ് വാക്ക് പറഞ്ഞോട്ടെ, ഒരാൾ പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്താ കൊടുക്കാം. നിങ്ങൾ മണ്ണിപ്പിലാക്കതല്ലേ? ഞാൻ ബാങ്കിൽ തന്നെയാണ്. അതൊന്ന് വന്നാൽ നമുക്ക് അല്ല കാര്യമുണ്ട്, അതുകൊണ്ടാ കാര്യമുള്ളത്. അങ്ങനെ വന്നത് നമ്മളൊക്കെ അത് വലിയ കാര്യമില്ലേ? ചോദ്യം ചോദിക്കും ബാക്കി ഉണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളും ഈ വിഷയത്തിൽ സംസാരിച്ചാൽ മതി. സ്ഥലം അപ്പൊ ഞാൻ വിഷയം മാറും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു നിങ്ങള് ഇതെല്ലാം നമ്മളെ വിഷയത്തിൽ ഒരു കൂടെ പറഞ്ഞതാണ്, ഈ മുടിന്റെ കൂടത്തിൽ പറഞ്ഞതാണ്. ഞാനും പറഞ്ഞത് ഈ കൂടെ പറഞ്ഞത് തെറ്റാണെന്നാണ്. നിങ്ങൾ വിഷയത്തോടെ കൂടെ പറഞ്ഞതാണ്. കേട്ടില്ല ചോദ്യം ഉണ്ടോ? ബദറിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിയുന്നതിന് മുന്നേ ഈ അബൂജഹൽ ഇവിടെ, ഖുത്ബത്ത് ഇവിടെ, അല്ലെങ്കിൽ ഉത്തുബത്ത് ഇവിടെ, ഷൈബത്ത് ഇവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അത് വൈബാണോ? അല്ലേ? വൈബാണ്, തീർച്ചയായും വൈബാണ്. അപ്പൊ വൈബ് അറിയില്ലേ? ഇല്ല, വൈബ് അറിയില്ല. അപ്പൊ വൈബ് ആണ്, വൈബ് അറിയില്ല. അതാണ് വ്യത്യാസം. ഇതെന്ത് വർത്താനം? അതാ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതായത് അതെന്ത് വർത്തനം പറഞ്ഞുതരാം. അതാണ് വ്യത്യാസം. അല്ലാഹുവിന്റെ റസൂല് മുഴുജിയത്തുള്ളവരാണ്. മുഴുജിയത്ത് എന്നത് റസൂലുള്ളാഹിയുടെ കഴിവല്ല. മുഴുജിയത്ത് റസൂലുള്ളാഹിയുടെ കഴിവല്ല. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മുഴുജിയത്താണ് വിശുദ്ധ ഖുർആൻ. കേൾക്കണ്ടല്ലേ? അല്ല ഉസ്താദ് വിളിക്കണ്ട. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മുഴുജിയത്താണ് വിശുദ്ധ ഖുർആൻ. മുഴുജിയത്ത് റസൂലുള്ളാഹിന്റെ കഴിവാണെങ്കിൽ ഖുർആന് നബി ഉദ്ദേശിക്കുമ്പോഴൊക്കെ കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും. മുപ്പൻ നോട്ട് ചെയ്യാണ്. അൽഹംദുലില്ലാഹ്, നല്ല മനസ്സാണ്. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിന് മുഴുജിയത്തുണ്ട്. ഇനി തിരിച്ച് മറ്റൊരു സംഭവം പറഞ്ഞുതരാം, നിങ്ങൾ അതും നോട്ട് ചെയ്യട്ട. അതായത് അള്ളാഹുവിന്റെ റസൂല്, നിങ്ങൾ കേൾക്കി എന്താണ് സുഹൃത്തെ, നിങ്ങൾ കേൾക്കാതെ ഈ പറഞ്ഞ എന്താ കളിയാ? അള്ളാഹുവിന്റെ റസൂല് പട്ടിണി കിടന്ന് അങ്ങേയറ്റം വിശന്ന് വയറ്റിൽ കല്ല് വെച്ച് കെട്ടി എന്ന് എത്രയോ വഴുതില് നമ്മൾ ഉസ്താദുമാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ റസൂല് കുറഞ്ഞ ഭക്ഷണത്തിലേക്ക് കയ്യങ്ങ് വെച്ച് അല്ലെങ്കിൽ ഒന്ന് തുപ്പി ഒന്ന് പ്രാർത്ഥിച്ച് ആ ഭക്ഷണം വർദ്ധിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഹദീസില്. അത് മൗലിദിലുമുണ്ട്. എന്ന് പറഞ്ഞ് അതിനെ കുറിച്ചാണ്. അപ്പൊ അത് സത്യമാണ്. അതിനർത്ഥം അള്ളാഹു റസൂൽ വിശന്ന് പുറത്തിറങ്ങിയ അവസാനം സിദ്ദീഖുൽ അക്ബർ ഉമർ ഖത്താബിനെയും കൂട്ടി ഒരു സ്വഹാബിന്റെ വീട്ടിൽ പോയി, നിങ്ങൾ വിശന്ന് പോകുന്നതാ, വല്ല ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോ ആ സ്വഹാബി എന്ത് ചോദിച്ചില്ല? റസൂലെ, നിങ്ങളല്ലേ കൈ മുക്കിയിട്ട് ഇങ്ങനെ ഭക്ഷണം വർദ്ധിപ്പിക്കണത്, നിങ്ങൾ എന്താ എന്നെ കളിയാക്കാൻ വന്നതാണോ എന്ന് ആ സ്വഹാബി ചോദിച്ചില്ല. അഥവാ മുഴുജിയത്തിനെ അവർ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അത് യഥേഷ്ടം ഉപയോഗിക്കാവുന്ന കഴിവായിട്ട് സ്വഹാബത്തോ പ്രവാചകർ തന്നെയുമോ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഇല്ല. മറഞ്ഞ കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ട്. അത് വഹയു പ്രകാരം കിട്ടി. അത് ബദറിൽ മാത്രമല്ല ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും റസൂൽ പറഞ്ഞിട്ടുണ്ട്. പേരക്കുട്ടികൾക്ക് വരുന്ന വിപത്തുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവിയും അലിയും തമ്മിൽ ഉണ്ടായേക്കാവുന്ന ചില അസ്വാരസ്യങ്ങളെ പറ്റി പ്രവാചകർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം എല്ലാം പറഞ്ഞ കാര്യം റസൂലുള്ളാഹിക്ക് അറിയും എന്നല്ല. ഒഴിപറയാളെ കഴിവും ലഭിക്കില്ല. അവിടെ അള്ളാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല വഹയിലൂടെ ഒരു വിവരം അറിയിച്ചു കൊടുക്കുന്നു. അത് റസൂൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു.
അതിനർത്ഥം നബിക്ക് മറിഞ്ഞ കാലം ഒരാളെ കഴിവുണ്ട് എന്നല്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ സ്വാഭാവികതയും എല്ലാം മറിഞ്ഞ കാര്യം അറിയും. അറിഞ്ഞ സംഭവങ്ങളെക്കാൾ എമ്പാടും അറിയാത്ത സംഭവങ്ങൾ ധാരാളമുണ്ട്. അതിന് തെളിവായിട്ടാണ് ബിർ മഊന സംഭവം പറഞ്ഞത്. കൊല്ലാൻ കൊണ്ടുപോയ സംഭവം പറഞ്ഞു. സമാനമായ ധാരാളം സംഭവങ്ങൾ. ഉഹദിലാണല്ലോ റസൂലുള്ളാഹിയെ ചതിക്കാൻ വേണ്ടി വാരിക്കുഴി ഒതുക്കി ശത്രുക്കൾ. നബി തങ്ങളെ പോയി ചവിട്ടി കുഴിയിലേക്ക് വീണു. ബദറിൽ അബൂജഹൽ വീഴുന്ന സ്ഥലം നബി ആദ്യം കാണിച്ചു കൊടുത്തു. ആ റസൂൽ ഉഹദിലെത്തിയപ്പോഴോ നബി തങ്ങളെ കൊടുക്കാൻ വേണ്ടി കുഴിച്ച് പാക്കിട്ട് വെച്ച കുഴിയാണെന്നറിയാതെ അള്ളാഹുവിന്റെ റസൂല് അതിൽ പോയി വീണു. അതിന് പത്തപ്പിനത്തെ പോലത്തെ മൂലമൊക്കെ ചോദിച്ചാൽ ഓല് പല അത് റസൂലിനെ അറിയാം, എന്നാലും ഒന്നാണ് വീണിട്ട് കാലൊക്കെ പൊട്ടിയിട്ട് കുറച്ച് കൂലിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചതാണെന്ന് പറയും. നിങ്ങളത് പറയാന്ന് ഞാൻ മനസ്സിലാക്കണേ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അല്ലാഹു തആല വഹയിലൂടെ വല്ലതും അറിയിച്ചു കൊടുത്താൽ അത് റസൂൽ അറിയുന്നു. അത് ഇത് മാത്രമല്ല, സ്വർഗം വൈബായ കാര്യമാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം സ്വർഗം ഉണ്ട് എന്ന്. എവിടുന്നേ കിട്ടിയത്? പഞ്ചേന്ദ്രങ്ങൾ കിട്ടിയൊന്നുമല്ല. അള്ളാഹു റസൂലാക്ക് അറിയിച്ചു കൊടുത്തു, റസൂൽ നമ്മളെ പഠിപ്പിച്ചെന്നു, നമുക്കത് മനസ്സിലായി. നരകം വൈബാണ്, ഖബർ ശിക്ഷ വൈബാണ്. ഇങ്ങനെ ധാരാളം അദൃശ്യമായ വിവരങ്ങൾ നമ്മളൊക്കെ അറിയുന്നു. അതിനർത്ഥം നമുക്ക് വൈബാണെന്നല്ല, സ്വർഗം വൈബാണല്ലോ. അതുകൊണ്ട് സ്വർഗം ഉണ്ട് നമുക്കറിയാം, അവിടെ എനിക്ക് വൈബ് അറിയാം എന്ന് നമ്മൾ പറഞ്ഞാലോ? അപ്പൊ വൈബ് അറിയൽ വേറെ, അള്ളാഹു തആല വഹയിലൂടെ വല്ലതും അറിയിച്ചു കൊടുത്താൽ അത് പറയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന് വൈബ് പറയാൻ കഴിവില്ല. നബിയോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചു. നേരത്തെ ആയത്തോട് ഉദ്ധരിച്ചു, ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഇന്ദി ഖസാഇനുല്ലാഹ്, അള്ളാഹുവിന്റെ ഖജനാവ് എന്റെ പക്കലുണ്ടെന്ന് പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, വൈബ് അറിയുകയുമില്ല എന്ന് പറയൂ റസൂലേ. മറ്റൊരായത്തിൽ പറഞ്ഞു, ലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ, എനിക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ധാരാളം സമ്പത്ത് എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു. വമാ മസ്സനിയ സൂഉ, ഒരു പ്രയാസവും എന്നെ ബാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലാണ്. ശരി, ഇനി അടുത്താൾ ചോദിക്കട്ടെ. ഇനി അടുത്ത ചോദിക്കാം. അടുത്താൾ ചോദിച്ചു നിങ്ങൾ ഒഴുക്കി ആയിക്കോട്ടെ. 5-6 ചോദിച്ചല്ലോ, ഇനി അടുത്താൾ കൊടുക്കി. അവിടെ ഇരുന്നോളി, ബാക്കിൽ ഇരുന്നോളി, പോകലിട്ടാ. നമുക്ക് എത്ര നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് അനുവാദമുണ്ടോ അതുവരെയും നമ്മൾ നീട്ടും ഇൻഷാ അല്ലാഹ്. അതിനകത്ത് ചെല്ലി ചോദ്യം ചോദിച്ചാൽ മതി. ഞാൻ ചെല്ലിയില്ലായിരുന്നു. പിന്നെ എല്ലാവരും ചെല്ലാൻ നൗഷാദ് ഹസനി പറഞ്ഞിട്ടില്ല, ഫൈസൽ മുസ്ലിയാർ എന്നെ വിളിച്ചത് മുഖാമുഖം ഞാൻ വിളിച്ചത് നിങ്ങൾ എന്നെ വിളിച്ചാണ്. അപ്പൊ അത് തിരുത്തണം. നിങ്ങൾ എന്നെ വിളിച്ചത് എന്നായാലും വിളിച്ചു. ഇല്ലല്ല, ഞാൻ വിളിച്ചില്ല. ഞാൻ ചോദിച്ചു വരട്ടാ വന്നോ? 5-3-8 ശരി. അപ്പോ വിഷയം നിങ്ങൾ മാറി. അതുകൊണ്ട് ആ കുട്ടിയെ പിന്നെ ദീനിനെ അടർത്തിയെടുത്തുകൊണ്ട് ചോദ്യത്തിലേക്ക് ഞാൻ തിരികേശം ബന്ധപ്പെട്ടാണ് ചോദിച്ചാൽ വന്നത്. പക്ഷെ വിഷയം മാറിയിട്ട് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇമാമുമാർ ശിർക്ക് ചെയ്യൂല, പ്രചരിപ്പിക്കൂല എന്ന് യാ ഇബാദല്ലാ അയ്യൂനിൽ. അതുകൊണ്ട് ഇമാം സുബ്കി ഒരു മിനിറ്റ് നിങ്ങൾ മുടി ചോദിക്കും. നിങ്ങൾ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏയ് മജീദ് ശ്രദ്ധിക്കണം, നിങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് എന്നെ വിളിച്ചപ്പോ എന്നോട് ചോദിച്ചു ഇനി എവിടെ മുഖാമുഖം. ചങ്ങതിരി മുഖാമുഖം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് നിങ്ങൾ ചോദിച്ചത്. ശ്രദ്ധിക്ക്. ചങ്ങതിരി മുഖാമുഖം കഴിഞ്ഞ് പോയപ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ മജീദ് ഇന്നല്ലേ വരേണ്ടത്, എന്തേ വന്നില്ല? അപ്പോഴാ മജീദ് പറഞ്ഞത് ഇനി എവിടെയെങ്കിലും ഞാൻ വരട്ടെ, നമ്മൾ കക്കാലുണ്ട്, വന്നോളൂ. അപ്പൊ എന്നോട് ചോദിക്കാൻ അവസരം ഉണ്ടാവോ? ഞാൻ തീർച്ചയായും ഉണ്ടാവും. മുടിയാണ് വിഷയം. അങ്ങനെ തന്നെ പറഞ്ഞു, മുടിയാണ് വിഷയം. കക്കാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ മജീദിന് സമയം കിട്ടും എന്നും പറഞ്ഞു. അവിടെ മുടി വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളി, മറ്റേ ഇൻഷാ അല്ലാഹ് നമുക്ക് തീർക്കാം. അതെ, ആ കുട്ടിനോട് അത് പറഞ്ഞു. അല്ല, ആ കുട്ടി അതിനെ ചോദിച്ചിട്ടുള്ളത്. ആ കുട്ടി ചോദിച്ചത് എന്തിനാന്നും ആ കുട്ടിയുടെ ആത്മാർത്ഥമായ തെറ്റിദ്ധാരണയും ഇവിടെ എല്ലാവർക്കും ബോധ്യ. നിങ്ങളെമാരി ശമ്പളം വാങ്ങി കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്ന മനസ്സിലല്ല. ആ കുട്ടി നിങ്ങളെപ്പോലെ ഒരു മിനിറ്റ് അങ്ങ് കേക്കി. ഞാൻ പറയാൻ വന്നതല്ലേ, ഇപ്പൊ എന്റെ പേരാണ് ഇവിടെ. ആ കുട്ടി നിങ്ങളെപ്പോലെ ശമ്പളം വാങ്ങിയിട്ട് ചോദ്യം ചോദിക്കാൻ ഇഹ്റാം കെട്ടി നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി നമ്മുടെ നാട്ടുകാരനാണ്, കക്കാട്ടുകാരനാണ്, തൊട്ടടുത്ത മണ്ണപ്പിലാക്കുകാരനാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ കുട്ടിയിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. നിങ്ങളതല്ല, നിങ്ങൾ ശമ്പളം വാങ്ങിയിട്ട് എവിടേക്ക് ഏർപ്പാടുള്ളത് അവിടേക്ക് നടക്കുക. അതുകൊണ്ട് ആ പാലക്കാട് നിങ്ങൾ വന്നപ്പോ ഞാൻ പറഞ്ഞത് മജീദ് എവിടെ എനിക്ക് ചോദ്യമില്ല, എനിക്ക് പോകാന്നുള്ളത്. കാരണം പാലക്കാട്ടിലേക്ക് വെച്ചതാ. എന്നിട്ടും വല്ലപ്പുഴ പിന്നെയും വന്നു, അപ്പൊ അവിടെ കൊടുത്തു, ആയിക്കോട്ടെ ചാൻസ് കൊടുക്കുക. എന്നിട്ടാണ് മജീദിനെ നാട്ടിൽ ഒതുക്കം കൊണ്ടുപോയി വെച്ചത്. ഞാൻ പറഞ്ഞു നേരം വെളുക്കോളം ഇരിക്കാൻ. മജീദ് കുറച്ചൊക്കെ ചോദിച്ചു, പിന്നെ മജീദ് പിന്നിക്ക് മാറി. പിന്നെ കഴിഞ്ഞപ്പോ കണ്ടില്ല. ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു ഒതുക്കുന്ന പരിപാടിയായിട്ട് എന്നെ കുറെ തെരഞ്ഞു, എന്നെ കണ്ടില്ല എന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് മജീദിന്റെ വിഷയം വേറെ തന്നെയാണ്. ആ കുട്ടിക്കതല്ല, ദീൻ പഠിക്കാൻ ആത്മാർത്ഥമായി തെറ്റിദ്ധരിച്ചിട്ട് പെട്ടുപോയാണ്. മജീദിനെ സംബന്ധിച്ച് നൗഷാദിനെ എല്ലാ കളിയും അറിയാം, കാന്തപുരത്തിന്റെ കളിയും അറിയാം, ജിഷാനെ അറിയാം, ഈ വക എല്ലാ ഏർപ്പാടും അറിയാവുന്ന ആളാണ് മജീദ്.
നേരത്തെ പൊന്മലിനെ പറ്റി പറഞ്ഞ പോലെ ഉള്ളിലൊന്ന് പുറത്തേക്ക് വേറൊന്ന്. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് നിലപാട് എന്നാണ് പറഞ്ഞത്. മുടിയുമായി ബന്ധപ്പെട്ട വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. വ്യാഴിപാടിൽ ഇൻഷാല്ലാ നമുക്ക് ഒരുപാട് മുഖാമുഖം വെച്ചോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ കളി നിങ്ങൾക്കൊക്കെ അറിയാം. ആയിക്കോട്ടെ, പോട്ടെ. എനിക്ക് അതിന് അവസരമില്ല. ഇവിടെ തെറ്റിദ്ധാരണ നടത്തി ദീനിനെ വഞ്ചിച്ചു. അത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂല. മുടി വിഷയത്തിൽ ചോദിക്കാം. അപ്പൊ ഇതിൽ പറ്റൂല. മുടി വിഷയത്തിൽ ചോദിക്കാം. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, അങ്ങനെ മതി. കാരണം നിങ്ങളെ മൈക്കുള്ളോ. ആയിക്കോട്ടെ, പ്രാർത്ഥന അള്ളാഹു മാത്രം നടത്ത സ്ഥലത്ത് കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ ഷഹർ മുബാറക്കിന്റെ പേരിൽ ഒരു വഞ്ചന നടത്തിയിട്ടുണ്ട്. നിങ്ങൾ സുന്നികൾ ആ വഞ്ചന നടത്താന്നുള്ള ആരോപിച്ചു. അതേപോലെ ഒരു വഞ്ചന ദീനിന്റെ പേരിൽ വഞ്ചന നടത്തി. എന്താണ് വഞ്ചന? നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു വസ്തു തബറുക്കായ വസ്തു ബറക്കത്തെടുക്കാൻ സനത് വേണം എന്ന് നിങ്ങൾ ഇവിടെ ഘോരമായി പ്രസംഗിച്ചു. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ ചോദ്യം, ഒരു വസ്തു ബറക്കത്തെടുക്കാൻ സനത് വേണം എന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കണം. ഒരു വസ്തു ബറക്കത്തെടുക്കാൻ സനത് വേണമെന്നുള്ളതിന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ പ്രാമാണികമായ മുഹദ്ദിസിന്റെ ഇമാമുകളെ കൊണ്ടോ തെളിയിക്കുക. ശരി, പറച്ചിൽ കേട്ട ഇതുവരെ മജീദ് എടുത്തതൊക്കെ സനത് ഉണ്ടായിട്ടാ തോന്നിപ്പോകും. എത്രയോ ബർക്കത്തെടുത്ത് എത്രയോ മനുഷ്യന്മാർക്ക് അത് കൊടുത്തും ചെയ്ത മനുഷ്യനാ. ആവട്ടെ, ഇവിടെ നേരത്തെ കാന്തപുരം പറഞ്ഞ ഒരു സംഭവം, ഒരു റിവായത്ത് നമ്മൾ കേൾപ്പിച്ചിരുന്നു. ഏത് വസ്തുവിൽ നിന്ന് ബറക്കത്തെടുക്കുന്നുവെങ്കിലും അത് ദീനിന്റെ ഭാഗമായിട്ടാണല്ലോ. ബറക്കത്ത് എന്ന ഏർപ്പാട് തന്നെ ദീനാണ്. സുബൂത്തുൽ ഖൈദിൽ ഇലാഹി എന്നാണല്ലോ. അപ്പൊ ദീനുമായി ബന്ധപ്പെട്ടാണ് ബറക്കത്ത് തന്നെ. ഏത് വിഷയത്തിൽ നിന്ന് ബറക്കത്തെടുക്കുന്നുവെങ്കിലും അത് ദീനിന്റെ ഒരു ആചാരം, ദീനുമായി ബന്ധപ്പെട്ട വിഷയം എന്ന നിലക്കാണ്. ആ ദീനിന്റെ മൊത്തത്തിൽ പഠിപ്പിച്ച നിയമം തന്നെയാണ് അൽ ഇസ്നാദു മിനദ്ദീൻ. അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് എന്നുള്ളത് ദീനിൽപ്പെട്ടതാണ്. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദില്ലായിരുന്നുവെങ്കിൽ ഇഷ്ടമുള്ളവൻ ഇഷ്ടമുള്ളത് പറയുമായിരുന്നു. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ബർക്കത്തെടുക്കൽ സനദ് വേണോ? തീർച്ചയായും വേണം. കാരണം എന്തുകൊണ്ട്? ദീനുമായി ബന്ധപ്പെട്ടതാണ്. നീ ദീനുമായി ബന്ധമുള്ളതല്ലേ, എന്നാ പിന്നെ കുഴപ്പമില്ല. ഈ ബർക്കത്തെടുക്കലും ഈ മുടിയും അത് ദീനുമായി ബന്ധമുള്ളതല്ല, കാസിമി പറഞ്ഞ ആ വകുപ്പപ്പെട്ടതാണ് എന്നാണെങ്കിൽ സനദ് ആവശ്യമില്ല. കാരണം എന്താ? ദീനുമായി ബന്ധമുള്ളതല്ലോ. ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണോ ബർക്കത്തെടുക്കൽ എങ്കിൽ ദീനിന്റെ ഏത് കാര്യത്തിനും സനദ് വേണം, അത് ബറക്കത്തിനും വേണം, അതിൽ സംശയമില്ല. അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞു വന്നത് സനദ്, ഇസ്നാദ് അത് ദീനിന്റെ ബേസ് ആണ്. നേരത്തെ കാന്തപുരം മുസ്ലിം നമ്മൾ പറഞ്ഞു. മജീദ് പക്ഷെ വൈകി വന്നാണോ എനിക്കറിയില്ല. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും, ഒന്ന് കേട്ടോട്ടെ, നല്ലതാണ്. ഒന്ന് പറയാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സനദ് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതെ, കണ്ടോ? സനദ് അഥവാ പരമ്പര അത് ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അത് ഏതിന്? ഏത് ദീനുമായി ബന്ധപ്പെട്ട ഏതിനും സനദ് വേണം. സനദില്ലേ ദീനിൽ ഒന്നും സ്ഥിരപ്പെടുകയില്ല. ഇനി ഈ ബർക്കത്തൊക്കെ ദീനല്ലേ, അത് മജീദ് പറഞ്ഞാൽ മതി. ദീനാണോ? ഈ തെളിവാണ് അതിന് ഏറ്റവും വലിയ തെളിവ്. ഫൈസൽ മുസ്ലിയാർ കുറച്ച് വിവരം ഉണ്ടെന്ന് അറിഞ്ഞു. അതിപ്പോ ഏതാ? കാരണം സുന്നി ആയതുകൊണ്ട് ആദ്യം സുന്നി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഇന്നവദ്ദീനുബിൽ ഇസ്നാദ ഹദീസ് വായിച്ചത്. കാന്തപുരം എ പി കുറിച്ചുകാരെ ഒരു മുഖാമുഖം നടത്തുമ്പോൾ നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് അവസരം ഉണ്ടല്ലോ, ചോദിക്കുക. എനിക്ക് ദീനിന്റെ നിയമമാണ്. ഇപ്പൊ നിങ്ങളൊരു ഹദീസ് ഓതി ഇന്നമദ്ദീനുബിൽ ഇസ്നാദ്. അതുകൊണ്ട് നിങ്ങളെ വ്യാഖ്യാനം എന്റെ വ്യാഖ്യാനം വേണ്ട, നമ്മൾ രണ്ടാളും ഖിയാസ് ചെയ്യണ്ട. കാരണം നമ്മൾ അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹദീസ് പണ്ഡിതന് പ്രാമാണികമായി നമ്മൾ അംഗീകരിക്കുന്ന ഈ ഇന്നമദ്ദീനുബിൽ ഇസ്നാദ് വലിയ അബദ്ധം അവിടെ പറഞ്ഞത്. ഒരു സംശയമുള്ള മർക്കത്തണി സനദ് കാണ്ടിരും. അങ്ങനെ നിങ്ങൾ പിന്നെ ഫൈസൽ മുസ്ലിയാരെ പിതാവിനെ ബഹുമാനിക്കേണ്ടി സനദ് കണ്ടിരും. അങ്ങനെ ബറക്കത്തെടുക്കുന്ന കാര്യത്തിന് ഈ ഹദീസ് വ്യാഖ്യാനം, നിങ്ങളെ വ്യാഖ്യാനം എനിക്ക് കേൾക്കണ്ട, എന്റെയും കേൾക്കണ്ട. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതന് ഇന്നമദ്ദീനുബിൽ ഇസ്നാദില് ബർക്കത്തെടുക്കാൻ പറ്റും, തബറുക്കായ വസ്തു ബർക്കത്തെടുക്കാൻ ഈ ഇന്നമദ്ദീനു ഇസ്നാദിൽ പെടുന്നണി ആ ഭാഗം വായിച്ചാൽ മതി. അതുകൊണ്ട് കൂടുതൽ നീട്ടിപ്പോണ്ട, അത് വായിച്ചോളി. അപ്പൊ ദീനിൽപ്പെട്ടതല്ല സനദ്. തബറുക്ക് തങ്ങൾ പറഞ്ഞത് ഇന്നമദ്ദീൻ ഇസ്നാദ്, ദീന് സനദ് കൊണ്ടാണ്. മുടിയുമായി ബന്ധപ്പെട്ട ബർക്കത്തെടുക്കൽ ദീനാണോ? ദീനല്ലേ? ഇനി അത് കിതാബിലുണ്ടോ?
ഇനിയിപ്പോ ഉണ്ട് എന്ത് ചെയ്യും? വേറൊരുത്തും വേറെ സാധനം കൊണ്ടുവരാം. നേരത്തെ നമ്മൾ കണ്ടു സാദുൽ റാത്തീബ്, അതിന് നമ്മൾ സനദ് വെച്ചു. അപ്പൊ മജീദ് എന്ത് പറയാ? ഈ ഹദീസ് വെച്ചിട്ട് സാദുൽ റാത്തീബിന് സനദ് വേണമെന്ന് ഏത് കിതാബിലുള്ളത് ചോദിച്ചു. അപ്പൊ വേറെ ചങ്ങായി നബിദിനാഘോഷത്തെ സനദ് വേണം നമ്മൾ പ്രസംഗിച്ചപ്പോ ഈ സനദ് ഹദീസ് വെച്ചിട്ട് നബിദിനാഘോഷത്തെ സനദ് വേണം എവിടെ ഉള്ളത് ചോദിച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ ഓരോ കാര്യം എണ്ണി എണ്ണി പറഞ്ഞെങ്കിൽ ഈ ഹദീസ് അതിനൊക്കെ ബാധകാവുന്നാണോ? അതോ ദീൻ എന്നത് സനദ് പ്രകാരമാണ്. എന്റെ ബാപ്പാനെ ബഹുമാനിക്കണോ? സനദ് വേണം. സനദുണ്ട്, രണ്ടർത്ഥത്തും സനദുണ്ട്. എങ്ങനെ? ഒന്ന് ബാപ്പാന് സനദ് നിൽക്കാൻ ശരിയല്ല, മറ്റൊന്ന് ബാപ്പാനെ ബഹുമാനിക്കാൻ അല്ലാഹു റസൂലും പഠിപ്പിച്ച സനദുണ്ട്. സനദുണ്ട്. എന്താ മജീദ് മനസ്സിലാക്കിയത്? അവനാന്റെ ഉമ്മാനും ബാപ്പാനും ബഹുമാനിക്കാൻ അല്ലാഹും റസൂലും പഠിപ്പിച്ച സനദൊത്ത സംശയമില്ലാത്ത ആയത്തും ഹദീസുണ്ട്. അതുകൊണ്ടാ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ ബഹുമാനിക്കാൻ പോകും. അല്ല അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ദീനും അതും ബന്ധമില്ലല്ലോ. അപ്പൊ ഉമ്മയും ബാപ്പയും തമ്മിലുള്ള ബന്ധം എന്താ? ദീനിലുണ്ട് അതിന്റെ ഒരു വശം. ആ വശം ഇവിടുന്ന് വന്നു. അല്ലാഹു റസൂലും പഠിപ്പിച്ച സനദുള്ളതുകൊണ്ട് എല്ലാം അങ്ങനെ തന്നെ. മക്കളെ വളർത്തുന്ന വിഷയം അത് ദീനിയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. എവിടുന്ന് കിട്ടി? സനദുള്ള ഹദീസിലും ആയത്തിലും വന്നു. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ബഹുമാനിച്ചു പോവുക അങ്ങനെയാണോ മജീദൊക്കെ? അപ്പൊ ദീനിന്റെ ഭാഗമായി എന്തൊക്കെയുണ്ടോ അവിടേക്ക് എല്ലാം ഈ ഹദീസ് ബാധകമാണ്. എല്ലാം ഇന്നമദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനായി എന്തൊക്കെയുണ്ടോ അതൊക്കെ സനദ് പ്രകാരമാണ്, അല്ലാത്ത ഒന്നുമില്ല. എന്നിട്ടാ പറഞ്ഞു വലൗലൽ ഇസ്നാദു. ആ റിവായത്ത് പറഞ്ഞ ഇബ്നു മുബാറക് തന്നെ പറയുന്നു വലൗലൽ ഇസ്നാദു, സനദ് പറയുക എന്ന ഏർപ്പാടില്ലായിരുന്നുവെങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഇഷ്ടമുള്ളവൻ ഇഷ്ടമുള്ളത് പറയുമായിരുന്നു. അപ്പൊ ദീനിന്റെ പേരിൽ ഇഷ്ടമുള്ളവനൊക്കെ ഇഷ്ടമുള്ളതെല്ലാം പറയാതിരിക്കാനുള്ള ഏർപ്പാടാ ഇസ്നാദ്. അത് ഫൈസൽ മുസ്ലിക്ക് വരുണ്ടാലും ഇല്ലെങ്കിലും അത് ദീനിന്റെ അസുല. അതുകൊണ്ടാണ് കാന്തപുരം മുസ്ലിം പറഞ്ഞ സനദ് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ കാന്തപുരം പറഞ്ഞു അവിടെ പോയി ചോദിച്ചോളീന, നിങ്ങൾ കാന്തപുരത്തിനെ വിട്ടോ? അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോന്നും വിടുക. ഞാൻ കാണിച്ചരാ, ഓരോന്നും ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ പുതിയ സെൻസിങ് മജീദ് കാണുന്ന നല്ലതാ. ഈ സെൻസിങ് പുതിയതാ. കാന്തപുരം ഉസ്താദിന്റെ പെരുന്നാൾ സന്ദേശം മൂപ്പര അഭിമുഖം കൊടുത്ത് പേജുകളോളം മൂപ്പര ഒരുപാട് സംഗതികൾ പറഞ്ഞ സെൻസിങ് ആണ്. ഈ സെൻസിങ് മാസിക എന്നാ സുന്നി വോയിസിൽ പറയാം. ഈ മുടി മുച്ചപ്പാടും ബഹളൊക്കെ വന്നപ്പോ സെൻസിങ് എവിടെ നിൽക്കുന്നു, സുന്നി വോയിസ് എവിടെ നിൽക്കുന്നു ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആ സുന്നി വോയിസിൽ ഒരു സ്പെഷ്യൽ അറിയിപ്പ്. അതെന്താ? ഒരു പ്രത്യേക കോളമായി തന്നെ, പ്രത്യേക പെട്ടിക്കോളമായിട്ട് തന്നെ ഒരു അറിയിപ്പ് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട്. എന്താ? സെൻസിങ്ങിന് നിയമപാലകര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. നമുക്ക് അവസാനിപ്പിക്കാം. സെൻസിങ്ങിന് പ്രസ്ഥാനവുമായി ബന്ധമില്ല. എന്നിട്ട് പറയാം, കോഴിക്കോട് സെൻസിങ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണം യാതൊരു പരിചയമില്ല കേട്ടോ. സെൻസിങ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണവുമായി പ്രസ്ഥാനത്തിന് ബന്ധമില്ലെന്നും അതിന് വേണ്ടി സംഘടനയ്ക്ക് ബന്ധമില്ല എന്നാണ് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്നിട്ടെന്താ? ഇതിൽ വരുന്ന വാർത്തകളും വിശകലനങ്ങളും മറ്റുമായും സുന്നി പ്രസ്ഥാനത്തിന് ബാധ്യത ഇല്ലെന്നും SYS സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അറിയിച്ചു. അപ്പൊ ഇതിന് വരുന്ന വാർത്തയ്ക്കൊന്നും സുന്നി പ്രസ്ഥാനമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഇത് ആരുടെ? വഹാബിയാളുടെ. സെൻസിങ് എന്ന ഏപ്പിക്കാരുടെ മാസിക ഒരു സംഘടന ഔദ്യോഗികമായി ഇറക്കണമല്ല എന്നുള്ളൂ. ഈ സെൻസിങ്ങിന് ഈ പുതിയ ലക്കത്തിലും കാന്തപുരത്തിന്റെ അഭിമുഖമുണ്ട്. കാന്തപുരം മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് വലിയ വലിയ നേതാക്കന്മാരെ കൊണ്ടെടുക്കുന്ന ഒട്ടുമിക്ക ആളുകളുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖവും മറ്റുമെല്ലാം കൊടുത്ത സെൻസിങ്. എന്നിട്ട് പറയാ, സെൻസിങ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണം സുന്നി പ്രസ്ഥാനത്തിന് ബന്ധമുള്ളതല്ല, അതിൽ വന്ന ആശയൊന്നും സുന്നി പ്രസ്ഥാനത്തിന് ബന്ധമില്ല. അപ്പൊ എന്തേ കാരണം? ഒന്ന് SYS ഓഫീസ് എന്നാ ഇറങ്ങണത്. നമ്മുടെ നിയമപാലകര് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാവശ്യപ്പെട്ടതുകൊണ്ടാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതേ പറഞ്ഞത് 10 മണിക്ക് അവസാനിപ്പിക്കുന്നത് പറഞ്ഞാണ് നമ്മൾ. എന്നാലും പരമാവധി നീട്ടാമെന്ന നിലക്കാണ് കൊണ്ടുപോയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാവും, അവരെ നമ്മൾ മാനിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇനിയും വേണ്ട പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും ധാരാളം മുഖാമുഖങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടതുണ്ട്, മറ്റു പ്രോഗ്രാമുകളുണ്ട്. ഇതെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ എല്ലാ നന്മയിലും നമ്മൾ പങ്കാളികളായി പരമാവധി മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായി ജീവിക്കാൻ ശ്രമിക്കുക. ഇത്തരം കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ശരിയായ ദീനിന്റെ ആശയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ തയ്യാറാവുക. റഹ്മാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി